ACV മലയാളിയുടെ സ്വന്തം ഫാമിലി ചാനൽ. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Punarjani Hospital, Gynecology, Infertility and Laparoscopic Center, Aksharavidhi, Peta, Trivandrum 24. നമസ്കാരം. ഫീൽഡ് ദി മൊമെന്റ്സിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. തിരുവനന്തപുരം അക്ഷരവീഥി പേട്ട പുനർജനി ഹോസ്പിറ്റലിലെ MDയും ചീഫ് ഗൈനക്കോളജിസ്റ്റുമായ ഡോക്ടർ സ്വീറ്റിയാണ് നമുക്കൊപ്പം ഉള്ളത്. സ്വാഗതം മാഡം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് ആർത്തവവും ആർത്തവ പ്രശ്നങ്ങളും എന്നതാണ്. ഡോക്ടർ, നമുക്കറിയാം ഏറ്റവും കൂടുതൽ സ്ത്രീകൾ നേരിടുന്ന ഒരു പ്രധാന പ്രശ്നമാണ് ഈ ആർത്തവം സംബന്ധിച്ചിട്ടുള്ള രോഗങ്ങൾ. പക്ഷെ പലരും അത്ര സീരിയസ് ആയിട്ട് അതിനെ അപ്രോച്ച് ചെയ്യാറില്ല. അപ്പോൾ എന്തൊക്കെയാണ് പ്രധാനമായും നമ്മുടെ സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന ആർത്തവ പ്രശ്നങ്ങൾ? ഇത് എല്ലാ ഏജ് ഗ്രൂപ്പിലും ഈ പ്രശ്നമുണ്ട്. ദാറ്റ് ഈസ് തുടക്കത്തിൽ, അതായത് ആദ്യമായിട്ട് ഈ പീരിയഡ്സ് ഉണ്ടാവുന്ന കുട്ടികളിൽ. അപ്പോൾ അത് ഇതെല്ലാം ബേസിക്കലി എന്തുവാണെന്ന് വെച്ചാൽ ഒരു ഹോർമോൺ വ്യത്യാസങ്ങളാണ്. സോ ഒരു ചെറിയ കുട്ടിയിൽ സ്ത്രീപരമായിട്ടുള്ള ഹോർമോണുകൾ ഉണ്ടാവുക, പിന്നെ ആ ഹോർമോണുകളിൽ കുറേ വ്യത്യാസങ്ങൾ വരിക, ചിലപ്പം കൂടുക, ചിലപ്പോൾ കുറയുക, ചിലപ്പം അതിന് പകരം വേറെ എന്തെങ്കിലും ഹോർമോണിൻ്റെ ഒരു കൂടുതൽ പ്രശ്നങ്ങൾ വരിക. ഇത് എല്ലാം നമ്മൾ വിചാരിക്കുന്നതിനെക്കാട്ടിലും വളരെ എല്ലാം കൂടി ചേർന്നിട്ട് ഈ കറക്റ്റായിട്ട് ഒരു മ്യൂസിക് ഓർക്കസ്ട്ര എന്നൊക്കെ പറയില്ല, അതിൽ എല്ലാ ഇൻസ്ട്രുമെൻസും ഒരേ നോട്ടിൽ പോയാലേ കൃത്യമായിട്ട് ആ ഒരു സിംഫണി നമുക്ക് കിട്ടുള്ളൂ. ആ ഒരു പാട്ടിൻ്റെയോ അല്ലെങ്കിൽ വാട്ട് എവർ മ്യൂസിക്കിൻ്റെ ഒരു ഫുൾ ഇത് കിട്ടുള്ളൂ. സെയിം ഒരു ഇതാണ് നമുക്കിവിടെ വേണമെങ്കിൽ പറയാം. ദറ്റ് ഈസ് എപ്പോഴും കണ്ടക്ടർ, അതായത് ആ മ്യൂസിക് കണ്ടക്റ്റിന് മെയിൻ ആൾ ദറ്റ് ഈസ് നമ്മുടെ തലച്ചോറിനകത്ത് ഉള്ള പിറ്റ്യൂട്ടറിയുടെ ആ സംഭവം. ഒരു ചെറിയൊരു ഗ്ലാൻഡ് ഉണ്ട്. അപ്പം അതിൻ്റെ മുകളിൽ ഒരു ചെറിയ വേറൊരു സംഭവം ഹൈപ്പോതലാമസ്. സോ ഈ സംഭവങ്ങളിലെല്ലാമാണ് കൺട്രോൾ നിൽക്കുന്നത്. ഇവർ മുകളിൽ നിന്ന് ബേസിക്കലി പറയുമ്പോൾ തലച്ചോറിൽ നിന്നാണ് എപ്പോൾ ഈ ഹോർമോൺ പുറത്താകണം, അതായത് നമ്മുടെ ഓരോ ടിഷ്യൂക്കളിൽ നിന്നും അല്ലെങ്കിൽ ഓരോ ഗ്ലാൻഡ് എന്ന് പറയും, ഗ്രന്ഥികൾ, അതിൽ നിന്ന് ചുരക്കണം, അല്ലാത്തപ്പോൾ എപ്പോൾ വേണ്ട, ഇത് എപ്പോഴ് ഏത് പിന്നെ ഇങ്ങനെ ഒക്കെ തീരുമാനിക്കുന്നത് ആണിലും പെണ്ണിലും ഈ തലച്ചോറിൽ നിന്നുള്ള ദ മാസ്റ്റർ ഈസ് ഇൻസൈഡ് ദ ബ്രെയിൻ. സോ അവരാണ് പറയുന്നത് ഓക്കെ യു ക്യാൻ നൗ ഡു ഇറ്റ് എന്ന് പറയുന്ന ഒരാളുണ്ട്. ദറ്റ് ഈസ് എ സ്മോൾ ഗ്ലാൻഡ്. അത് പറയും ഇപ്പോൾ ഈ ഹോർമോൺ ആകാം. ഫോർ എക്സാമ്പിൾ ചെറിയൊരു ഇത് പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മളിപ്പോൾ പറയണില്ലേ ഈ ഈവ് ടീസിങ് എന്നൊക്കെ പറഞ്ഞു. ഇപ്പം നല്ല പെൺകുട്ടികളൊക്കെ ഇങ്ങനെ കോളേജ് റോഡിലൊക്കെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ബോയ്സ് ഇരുന്ന് കളിയാക്കുമെന്ന് പറയുന്നത്. അപ്പോൾ ദാറ്റ് ഈസ് ഒരു ജനറൽ ഫിനോമിനൻ. അല്ല ഈവ് ടീസിങ് എന്ന് പറയില്ലെങ്കിൽ വെറുതെ ഒരു രസമായിട്ട് കോളേജ് ലൈഫിൽ എടുക്കാറുണ്ട്. നമ്മൾ നടന്നു പോകുമ്പം പെട്ടെന്ന് അവരെന്തെങ്കിലും കളിയാക്കും. ചിലപ്പം വന്ന് റോസാപ്പൂ തരും, ചിലപ്പം പ്രപ്പോസ് ചെയ്യും, ഇങ്ങനെ ഇഷ്ടമാണെന്നൊക്കെ പറയും. സോ ഇതെല്ലാം ബേസിക്കലി മെയിൽ ഹോർമോണിൻ്റെ ഒരിതാണ്. ബേസിക്കലി ചുമ്മാ അതുവഴിയെ ഒരു വയസ്സായ ഒരു അപ്പൂപ്പനെ നടന്നു പോകുമ്പോൾ ദേ വിൽ നോട്ട് ബി ബോതേർഡ് അറ്റ് ഓൾ. ചിലപ്പോൾ ശ്രദ്ധിച്ചൊന്നും ഇരിക്കില്ല. വൈ? സോ അപ്പോൾ ബ്രെയിൻ ഈസ് വേർ ഇറ്റ് ഈസ് വർക്കിംഗ്. ഐസ് വഴിയായിട്ട് ഇറ്റ് ഗോസ് ടു ദ ബ്രെയിൻ വഴിയായിട്ട് ദ ഗ്ലാൻഡ്. സോ ബേസിക്കലി ഇപ്പോൾ ഒരു നല്ലൊരു പെൺകുട്ടി പോകണം, അല്ലെങ്കിൽ അയാൾക്ക് നല്ലതെന്ന് തോന്നുന്ന ഒരു പെൺകുട്ടി ഒരാളുടെ മുമ്പ് കൂടെ പോകുന്നു പറയുമ്പോൾ പെട്ടെന്നാണ് ആ ഹോർമോൺ സെക്രീഷൻ ഉണ്ടാകുന്നത്. ഫസ്റ്റ് ഈ സിഗ്നൽസൊക്കെ വിതിൻ സെക്കൻഡ്സ് ആണ് ബ്രെയിൻ നമ്മുടെ തലച്ചോറ് അതിനെ പല ഗ്രന്ഥികളിലോട്ടും കൊടുക്കുകയും നമ്മളുടെ രക്തത്തിലിട്ട് അത് കലക്കുകയും ചെയ്യുന്നത്. സോ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇവനെന്താ ഇങ്ങനെ കാണിക്കണം, പക്ഷേ അത് അവനെക്കാട്ടിലും കൂടുതൽ അവൻ്റെ ബ്രെയിനും ആ ഗ്രന്ഥിയുമാണ് അത് ആക്ട് ചെയ്യണത്. അപ്പോൾ പെട്ടെന്നായിരിക്കും ആ മെയിൽ ഹോർമോൺ ലെവൽ ടക്കനെ ഹൈ ആവുന്നത്. അപ്പോൾ അത് ആവുമ്പോഴത്തേക്കും ആ ഒരു ധൈര്യം എന്നും ശരി എനിക്ക് പോയി പറയാം എന്ന് തോന്നും. സോ ആ മെയിൽ എന്നുള്ള ആ ഒരു ഫാക്ടർ, ആ ധൈര്യം, ആ ഇഷ്ടം, ഇതെല്ലാം ആ മേലിൽ നിന്ന് വരുന്ന ഓരോ ഹോർമോൺ അല്ലെങ്കിൽ പുരുഷ ഹോർമോണുകൾ മെയിനായിട്ട് വരുമ്പോഴാണ് ഇങ്ങനെ പോയി പെട്ടെന്ന് ചോദിക്കുന്നത്. അതേപോലെ അത് ഞാൻ ഒരു ചെറിയ, അതായത് ഒരു ഹോർമോൺ പെട്ടെന്ന് ആക്ട് ചെയ്യുന്ന ഒരു ഹോർമോണാണ് ഈ പുരുഷ ഹോർമോൺ ടെസ്റ്റോസ്റ്ററോൺ എന്ന് പറയുന്നത്. സോ അതിനെപ്പറ്റി പറയുമ്പോഴും ഇതാണ് നമ്മുടെ ഐസൈറ്റ് വഴി അത് തലച്ചോറിൽ പോയി തലച്ചോറാണ്
പിന്നെ ബാക്കിയുള്ള അവിടെയുള്ള ഗ്രന്ഥികളാണ് പിന്നെ ബാക്കിയുള്ള ഓർഡേഴ്സൊക്കെ കൊടുക്കുന്നത്. അതായത് അവരാണ് ബാക്കിയുള്ള ആജ്ഞകൾ, ഇത് ചെയ്യൂ, അത് ചെയ്യൂ, നിങ്ങൾക്കിത് ചെയ്യാം, ഇത് ചെയ്യാം. പിന്നെ വേറൊരു സൈഡ് പറഞ്ഞുകൊണ്ടിരിക്കും ഇത്ര മാത്രമേ ചെയ്യാവൂ, ഇതിനപ്പുറത്ത് നീ ചെയ്യരുത് എന്നൊരു ഇൻഹിബിറ്ററി ഫാക്ടർ ഉണ്ടാവും. അതിനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന ചില ഡ്രഗ്സ്, പിന്നെ ആൽക്കഹോള്, ഇങ്ങനെ നമ്മളിപ്പം അതായത് മദ്യപിച്ച എന്ത് സംസാരിക്കുന്ന അതെന്തെന്ന് വെച്ചാൽ ഇവിടെ ഇൻഹിബിറ്ററി സെൻറ്റർ എന്ന് പറഞ്ഞുണ്ട്. ദറ്റ് ഈസ് നീ ഇത് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന ഒരെണ്ണവും ബ്രെയിനകത്ത് സി ഹൗ ഗോഡ് ഹസ് ക്രിയേറ്റഡ് മാൻ, എല്ലാം ചെയ്യാനുള്ള അവസ്ഥകളെല്ലാം തന്നിട്ടുള്ളപ്പോഴും യു ഷുഡ് ഡു ദിസ് മച്ച്, യു ഷുഡൻ ഡു ദിസ് മച്ച്. ഇപ്പം റോഡിലിരുന്ന് യു ഷുഡ് നോട്ട് യൂറിനേറ്റ്, അപ്പോൾ റോഡിൽ യൂറിൻ പാസ് ചെയ്താൽ കടന്നു പോണവർ കാണും എന്നുള്ള ഒരു ചിന്ത മനസ്സിനകത്ത് വരുന്നത്, അത് അല്ലെങ്കിൽ ഞാൻ പ്രോപ്പർ ഇപ്പോൾ എൻ്റെ ഇത് ഞാനൊരു മുണ്ട് ഉടുത്തുകൊണ്ടാണ് നടക്കേണ്ടത് എന്നുള്ള ചിന്ത വരണം. അത് ഈ കുടിച്ചു കഴിയുമ്പോഴത്തേക്ക് കണ്ടിട്ടില്ലേ, ഈ മുണ്ടൊന്നും ഡ്രസ്സൊന്നും കാണില്ല, ബിക്കോസ് ദേ ആർ നോട്ട് ബോതേഡ്. ആ ഇൻഹിബിഷൻ സെൻറ്ററും പോയി കഴിയും. സോ ഇതെല്ലാം കണക്റ്റഡ് ആയിട്ടാണ്. അതിലും സ്ത്രീകളിൽ വളരെ സങ്കീർണമായിട്ട്, വളരെ കോംപ്ലക്സ് ആയിട്ട് ഒത്തിരി ഹോർമോൺസ് ഒരുമിച്ച് വന്നാലേ അതാണ് സ്ത്രീ അമ്മയാവുന്നത്. അതാണ് ആ ഒരു പ്രത്യേകത. ഇത്രയും ഹോർമോണുകൾ ഒരേപോലെ തലച്ചോറിൽ നിന്ന് പിന്നെ അവിടെ നിന്ന് നേരെ അണ്ടാശയത്തിലേക്ക് പോകുന്ന ഹോർമോണുകളുണ്ട്, അണ്ടാശയത്തിൽ നിന്നുണ്ടാകുന്ന ഹോർമോണുകളുണ്ട്, പിന്നെ അഡ്രീനൽ എന്ന് പറഞ്ഞിട്ട് കിഡ്നിക്ക് മുകളിലുള്ള ഒരു ഗ്ലാൻഡുണ്ട്, അതിൽ നിന്ന് വരുന്ന ഹോർമോൺ, ഇതെല്ലാം തൈറോയിഡ് ഹോർമോണുണ്ട്, ഇതെല്ലാം. പക്ഷെ നമ്മുടെ ആളുകൾക്ക് ഈ തൈറോയിഡിനെ പറ്റി ഭയങ്കര ചിന്തയാണ്. എന്തുണ്ടെങ്കിലും ഈ എന്ത് ഒരു മുറി വന്നാലും ടി ടി എടുക്കുന്നെന്ന് പറഞ്ഞ പോലെ എന്ത് മുറി വന്നാൽ ടി ടി എടുത്തിരിക്കണം എന്ന് തലയിൽ പ്രോഗ്രാം ചെയ്ത് വെച്ചിരിക്കുമ്പോഴാണ് നമ്മുടെ മലയാളികളുടെ ഇടയിൽ. അതേപോലെ എന്തെങ്കിലും ഒരു പ്രശ്നം ഇച്ചിരി വണ്ണം വെച്ചാൽ അല്ലെങ്കിൽ പീരിയഡിന് എന്തെങ്കിലും പ്രോബ്ലം വന്നാൽ ഉടനെ തൈറോയിഡ് നോക്കിയാൽ തൈറോയിഡാണ് അതിൻ്റെ എല്ലാത്തിനും പ്രശ്നം. നോട്ട് അറ്റ് ഓൾ. ദർ ആർ മോർ ദൻ 20 to 22, 28 ഹോർമോൺസ് വിച്ച് ഈസ് ആക്ടിങ് ഫോർ ദിസ്. ഒരു പീരിയഡ് പ്രോപ്പറായിട്ട് ഉണ്ടാക്കാൻ ഇത്രയും ഹോർമോണുകൾ നേരെ പ്രവർത്തിക്കണം. ആ ഹോർമോണുകൾ ചെന്ന് പ്രവർത്തിക്കുന്ന ടിഷ്യൂക്കൾ, അതായത് ഗർഭപാത്രം പോലെയോ അല്ലെങ്കിൽ അണ്ടാശയം പോലത്തെയോ ഉള്ള ടിഷ്യൂക്കൾ പ്രോപ്പറായിട്ട് അതിന് റെസ്പോണ്ട് ചെയ്യണം. അങ്ങനെയുണ്ട്. ഇപ്പം ആ ഹോർമോൺ ബ്ലഡിലുണ്ടായിട്ട് കാര്യമില്ല. ആ ഹോർമോൺ ചെന്ന് എത്തേണ്ടത് ബ്ലഡ് വഴി ഗർഭപാത്രത്തിലേക്കാണ്. പക്ഷെ അത് പ്രോപ്പറായിട്ട് പ്രവർത്തിക്കണം. ആ ഗർഭപാത്ര റിയാക്ഷൻ പ്രോപ്പറായിരിക്കണം അതിൻ്റെ. ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും ആ ഹോർമോണും ഫെയിൽഡായി പോകും. സോ റിസീവറും അത് കൊണ്ടുവരുന്നതും ആ സംഭവങ്ങളും എല്ലാം ബാലൻസിൽ നിൽക്കണം. അപ്പം നമ്മൾ അറിയുന്നില്ല ഒരു പീരിയഡ് വരാൻ ഇത്രയും സംഭവങ്ങൾ ഒരുമിച്ച് ഒരുപോലെ 14 ദിവസം ഒരു ഹോർമോൺ മോളി എന്ന് പറയും, ഇന്ന ഹോർമോൺ, ആൻഡ് ദെൻ ദാറ്റ് ഹോർമോൺ ആക്ട്സ് ഫ്രം ദി ഓവറി, അണ്ടാശയത്തിൽ നിന്ന് ഇറ്റ്സ് വെരി ലോക്കൽ ആൻഡ് ലോക്കലി ആക്ടിങ് എന്ന് വേണമെങ്കിൽ പറയാം. അവിടെ നിന്ന് അത് ഗർഭപാത്രത്തിൽ ഇത് ചെയ്യുന്നു, ഗർഭപാത്രത്തിനകത്ത് വളർച്ചയുണ്ടാകുന്നു, ആ വളർച്ച കാത്തു നിൽക്കുന്നു. മേ ബി ഒരു കുട്ടി ഉണ്ടാകാൻ എല്ലാ പീരിയഡ് സമയത്തും അതൊരു സാധ്യത ഉണ്ടാക്കി വയ്ക്കുന്നു. അങ്ങനെ ഇല്ലാത്ത സമയത്ത് വീണ്ടും ഒരു അടുത്ത ഹോർമോൺ പ്രവർത്തിക്കുന്നു, വേറൊരു ഹോർമോൺ കുറഞ്ഞു പോകുന്നു, പിന്നെ അത് ഒന്ന് നല്ല ഹൈ ആയിട്ട് താഴും, പീരിയഡ്സ് ഉണ്ടാകുന്നു. ഓക്കെ മാം തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത്തരത്തിൽ എന്തെങ്കിലും ആർത്തവ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ ഒരു പ്രായം അതിനൊരു ഫാക്ടർ അല്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഈ കൊച്ചു കുട്ടികളിൽ എത്തരത്തിലാണ് ഈ പ്രോബ്ലംസ് ഉണ്ടാവുന്നത്? തുടക്കം വന്നിട്ട് നമുക്ക് ആദ്യം തുടങ്ങുന്നതിൽ നിന്ന് തന്നെ പറയാം, അഡോളസെൻ്റ് ഏജ്. അപ്പോൾ ആ ഒരു ഏജിൽ തുടങ്ങുമ്പോൾ ഉണ്ടാകുന്ന പ്രോബ്ലംസ് മിക്കവാറും 2-3 കാര്യങ്ങളാണ്. ഒന്ന്, ഹോർമോൺ ഒരുപാട് പെട്ടെന്ന് ദേഹത്ത് കയറി വരുന്നു, സ്ത്രീ ഹോർമോണുകൾ വരുന്നു, കുട്ടിക്ക് വളർച്ച വരുന്നു. ഈ സ്ത്രീ ഹോർമോണുകളാണ് സ്ത്രീയുടെ രൂപം കൊടുക്കുന്നത്. സ്ത്രീയുടെ തരത്തിലുള്ള എല്ലാ സ്വഭാവങ്ങളും രൂപവും എന്തിനും മുടി വളർച്ച തൊട്ട് എല്ലാം സ്ത്രീപരമായിട്ടുള്ള എല്ലാ സംഭവങ്ങളും ഈ സ്ത്രീ ഹോർമോണുകളാണ്. അത് പല ഗ്രന്ഥികളാണ്, പക്ഷെ മെയിനായിട്ട് ഓവറിയും തലച്ചോറിൽ നിന്ന് വരുന്ന ഗ്രന്ഥിയും തൈറോയിഡും ഒക്കെ അതിലൊരു വിഷയമാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ തുടക്കത്തിൽ ഈ ഹോർമോണുകൾ ചില സമയത്ത് ചില കുട്ടികളിൽ വളരെ കൂടുതലായിരിക്കും. ആദ്യത്തെ ദിവസം മുതൽ പ്രോപ്പറായിട്ട് ഒരു ഹോർമോൺ കഴിഞ്ഞാൽ അടുത്ത ഹോർമോൺ, അത് കഴിഞ്ഞ് മറ്റേത്, അങ്ങനെ കൃത്യമായിട്ടുള്ള ആ ഒരു പ്രോപ്പർ സിംഫണി അല്ലെങ്കിൽ പ്രോപ്പർ നോട്ട് കോർഡിനേഷൻ ഉണ്ടാവില്ല. എല്ലാം കൂടി ഒരുമിച്ച് നല്ല രീതിയിൽ അവരെ ഒരുമിച്ച് പോകാൻ കുറച്ച് സമയം പിടിക്കും. ചിലപ്പോൾ ആ പീരീഡ് തുടങ്ങുന്ന സമയത്ത് കുട്ടിക്ക് സിവിയറായിട്ടുള്ള വേദന സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം അല്ലെങ്കിലും ഒരു 6 മാസം. ഇത് എപ്പോഴും ആദ്യ ആർത്തവം തുടങ്ങുന്നത് ദറ്റ് ഈസ് ആ കുട്ടികൾ പറയുന്ന ഒരു കാര്യമാണ്. ദറ്റ് ഈസ് എപ്പോഴും പെയിൻ നന്നായിട്ട് വരുന്നുണ്ട്,
പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം പറയണത്, ആദ്യം 1-2 മാസം കറക്റ്റായിട്ട് വന്നു, അത് കഴിഞ്ഞ് ഒരു 4-5-6 മാസം വന്നേയില്ല. പിന്നെ വന്നപ്പോഴത്തേക്കും ഭയങ്കര വേദനയും ബ്ലീഡിങ്ങുമായിട്ട് വന്നു. പിന്നെ ബ്ലീഡിങ് നിന്നേയില്ല. ബ്ലീഡിങ് ഇങ്ങനെ ഒരു 10-15 ദിവസം 20 ദിവസത്തോളം പോയിക്കൊണ്ടേയിരുന്നു. കുറച്ചായിട്ട് പോയിക്കൊണ്ടിരുന്നു. ആദ്യം ഒത്തിരി പോയി, പിന്നെ കുറച്ച് പോയി, പിന്നെ അവസാനം ഡോക്ടറെ കാണേണ്ടി വന്നു. ഡോക്ടർ മരുന്ന് തന്നപ്പോഴാണ് അത് നിന്നത്. അപ്പോൾ എന്നിട്ട് പിന്നെ അടുത്ത പ്രാവശ്യം എങ്ങനെ വരുന്നതെന്ന് നോക്കിയപ്പോഴത്തേക്ക് പിന്നെയും ഒരു 2 മാസം വന്നില്ല. പിന്നെ വന്നപ്പോഴത്തേക്ക് പിന്നെയും കുറച്ച് ബ്ലീഡിങ്ങും പെയിനും നല്ലതുണ്ടായിരുന്നു. ഇങ്ങനെ ഒരു ഇറെഗുലാരിറ്റി ആദ്യം ഫീൽ ചെയ്യും. സോ ഒരു ഇപ്പം നമ്മൾ ആദ്യം പറയും 6 മാസത്തിനകം കറക്റ്റ് ആവും എന്നൊക്കെ. ഇപ്പം നമ്മൾ കഴിവതും ഈ ഇത്രയും ബ്ലഡ് പോകുന്നത് ഒരു പെൺകുട്ടിക്ക് നല്ലതല്ലല്ലോ. സോ അത് ബ്ലഡിൻ്റെ ആദ്യമേ അയണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ, അയണൊക്കെ ഒരു കാര്യം കൊണ്ട് ഞാൻ പറയാം, അയൺ ടോണിക്കും അയൺ ടാബ്ലറ്റും ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നത് നല്ലതാണ്. ബട്ട് ദ പ്രോബ്ലം ഈസ് ഒരു 6 മാസം ഡെയിലി ഒരു ടാബ്ലറ്റ് വെച്ച് കഴിച്ചാലെങ്കിലേ 1 ഗ്രാം കൂടുള്ളൂ. അപ്പോൾ ഒരു സ്ത്രീക്ക് ബേസിക്കലി 12-13 ഉണ്ടെങ്കിൽ ഹെൽത്തി ലേഡി എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് താഴെ പോകുമ്പോൾ നമ്മൾ മിക്കവാറും സ്ത്രീകൾ നോക്കുമ്പോഴത്തേക്കും അനീമിക് ലെവലിൽ തന്നെയാണ് നിൽക്കുന്നത്. മൈൽഡ് അനീമിക് അല്ലെങ്കിൽ സിവിയർ അനീമിക് ആയിരിക്കും. അപ്പോൾ ഈ ബ്ലഡ് പോണതിൻ്റെ അളവ് ഇല്ല. ഇപ്പോൾ ഒരു മുറിവുണ്ടായാൽ നമുക്ക് അളവുണ്ട് ഇത്ര ബ്ലഡ് പോകുന്നത്, പക്ഷേ ഇതിന് അളവില്ല. സോ അനീമിക് ആവാനുള്ള സാധ്യതയുണ്ട്. സോ ഈ ഒരു കാര്യം എപ്പോഴും ചെറിയ കുട്ടി ആയതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അത് തുടങ്ങിയത് കൊണ്ടായിരിക്കാം, അത് വെളിയിൽ പറയാൻ മടിക്കുകയും ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ അമ്മയോട് പറയുമായിരിക്കും. അമ്മയോട് പറയുമ്പോഴും അത് കുഴപ്പമില്ല, ഇത് എനിക്കും അങ്ങനെയായിരുന്നു, ഇത് ഇങ്ങനെയാണ് എന്ന് അമ്മ ആ ഒറ്റ വാക്കിൽ അതങ്ങ് സ്റ്റോപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ അങ്ങനെ വരുമ്പോഴത്തേക്കും, ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്യുമ്പോഴത്തേക്കും കുട്ടി പിന്നെ വന്നിട്ടുള്ള പ്രശ്നങ്ങളൊന്നും പറയാണ്ടാവുകയാണ്. ശരിക്കും പറഞ്ഞാൽ അങ്ങനെയല്ല. കുഞ്ഞ് വന്നിട്ട് ഒരു പ്രശ്നം പറയുന്നു, 14-15 വയസ്സായിക്കോട്ടെ, 13-14 വയസ്സായ ഒരു കുട്ടി വന്ന് പറയുന്നു, ഇങ്ങനെ അമ്മ എനിക്ക് വരുന്നില്ല, ഇല്ലെങ്കിൽ വന്നു കഴിഞ്ഞാൽ എനിക്ക് നിൽക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഡെഫിനറ്റ്ലി ഗൈനക്കോളജിസ്റ്റിനെ കാണിച്ചിരിക്കണം. പലർക്കൊരു വിചാരമുണ്ട്, 14-15 വയസ്സായ കുട്ടി എന്തിന് ഗൈനക്കോളജിസ്റ്റിനെ കാണണം. അപ്പോഴാണ് ആ കുട്ടി ഏറ്റവും കൂടുതൽ ഗൈനക്കോളജി പ്രോബ്ലം അനുഭവിക്കുന്നത്. അതായത് ഇത്രയും ഹോർമോണുകൾ അതിൻ്റെ ശരീരത്തിലേക്ക് വരുന്ന ഒരു പ്രോബ്ലം അനുഭവിക്കുന്നത് അപ്പോഴാണ്. ഓക്കെ മാം, നമുക്കൊരു കോളർ ഉണ്ട്. ഹലോ ഹലോ, ഫീൽഡ് മൊമെന്റ്സിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? ഹലോ ഹലോ, പറഞ്ഞോളൂ. ഡോക്ടറോട് സംസാരിക്കാനായിരുന്നേ. ഓക്കെ, പറഞ്ഞോളൂ, പേര് പറഞ്ഞോളൂ. ആരാ ഞാൻ സംസാരിക്കുന്നത്? പ്രോഗ്രാം കണ്ടോണ്ടിരിക്കുകയാണ്. ഞാൻ വൈഫിന്റെ കൊടുക്കാം. വൈഫ്. ഓക്കെ. ഹലോ. യാ, പറഞ്ഞോളൂ. ഹലോ, കൊല്ലത്ത് നിന്നാണ് വിളിക്കുന്നത്. കൊല്ലത്ത് നിന്ന് രമ്യ. രമ്യ, പറയൂ രമ്യ. ഞാൻ പ്രഗ്നന്റ് ആണ്. ഇപ്പൊ 2 മാസം ആവാൻ പോകുന്നു. അന്നേരം ഇങ്ങനെ കുറേശ്ശെ ബ്ലീഡിങ് വന്നോണ്ടിരുന്നു. പ്രഗ്നന്റ് ആകുമ്പോൾ ബ്ലീഡ് ചെയ്യാൻ പാടില്ല എന്നാണ്. ഡോക്ടറെ കാണിച്ചില്ലേ? ഹലോ. ഹലോ. അന്നേരം ഇങ്ങനെ കുറേശ്ശെ ബ്ലീഡിങ് വന്നോണ്ടിരുന്നു. എന്നിട്ട് ആശുപത്രി പോയി നമ്മൾ ഇങ്ങനെ കാണിച്ചപ്പോ കുഞ്ഞിന് വളർച്ചയില്ലെന്നാ പറയുന്നു. ഓഹോ, സ്കാൻ ചെയ്ത് നോക്കിയോ? സ്കാൻ ചെയ്ത്. എത്ര മാസമായി ഇപ്പം? ഇപ്പൊ 2 മാസം ആവാൻ പോകുന്നു. ഓക്കെ. അപ്പം കുഞ്ഞിന് വളർച്ചയില്ലെന്ന് പറഞ്ഞാൽ ഹാർട്ട് ബീറ്റ്, അതായത് ഹൃദയമിടിപ്പില്ലേ? അപ്പൊ ഇനി 2 ആഴ്ച കഴിഞ്ഞിട്ട് ഒന്നുകൂടെ സ്കാൻ ചെയ്ത് നോക്കട്ടെന്ന് പറഞ്ഞു. അല്ല, ഹൃദയമിടിപ്പ് കണ്ടോ? ഹാർട്ട് ബീറ്റ് കണ്ടോ? ഹാർട്ട് ബീറ്റ് ഇല്ലെന്നാ പറഞ്ഞു. ഓ, അപ്പം ബ്ലീഡിങ് വന്ന എന്താ മാഡം? അതെന്താ അങ്ങനെ? അത് ഈ ഹാർട്ട് ബീറ്റ് ഇല്ലാത്തത് കൊണ്ട് ചിലപ്പോൾ അത് അബോർഷൻ ആവാനുള്ള ഒരു സാധ്യതയാണ് ആ കാണുന്നത്, ആ ബ്ലീഡിങ്. അല്ലെങ്കിൽ തന്നെ ഹാർട്ട് ബീറ്റ് ഇല്ല, കുഞ്ഞിന് വളർച്ചയില്ലാതെ തീർച്ചയായിട്ടും അടുത്ത പ്രാവശ്യം നോക്കിയിട്ട് ഡോക്ടർ അതവിടെ വെച്ചേക്കില്ല. അത് അങ്ങനെ ഒരു ജീവനില്ലാത്ത ഒരു സംഭവം അകത്തിരിക്കുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ നാച്ചുറലി അത് തനിയെ ബ്ലീഡായി ഒന്നി അബോർട്ടാവും. അപ്പം ഡോക്ടർ അതിന് എന്തെങ്കിലും സ്കാൻ ചെയ്ത് നോക്കിയിട്ട് അതിനെ ക്ലീൻ ചെയ്യണമെന്നോ, അല്ലെങ്കിൽ അതിൻ്റെ വളർച്ച അനുസരിച്ച് ക്ലീൻ ചെയ്യാനോ, അല്ലെങ്കിൽ അതിനെ ഒന്ന് ക്ലിയർ ആക്കി. അല്ല, അത് പറയാൻ പറ്റൂലമ്മ. ഹാർട്ട് ബീറ്റ് വരണം. കുഞ്ഞിന് 6 ആഴ്ച കഴിഞ്ഞാൽ നമുക്ക് വന്നിട്ട് ഹൃദയമിടിപ്പ് കാണണം. ഇപ്പം നിങ്ങൾക്ക് എത്ര മാസമായി പ്രഗ്നൻ്റ് ആയിട്ട്? 2 മാസം ആവാൻ പോകുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ കുഞ്ഞിന് ഹൃദയമിടിപ്പ് ഉണ്ടാവേണ്ടതാണ്. അത് കാണുകയാണെങ്കിൽ ഓക്കെ, നിങ്ങൾക്കത് ശരിയായി വരുന്നു എന്നർത്ഥം.
അത് കണ്ടില്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ നേരത്തെ കണ്ടില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ കണ്ടില്ല 6 ആഴ്ചയ്ക്ക് ശേഷവും പിന്നെയും കാണുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളത് ശ്രദ്ധിച്ച് നോക്കിയിട്ട് അതായത് കുഞ്ഞായിട്ട് മാറിയിട്ടില്ല, അതൊരു ഭ്രൂണം എംബ്രിയോ ആണ്. അപ്പോൾ അതിൽ ഹാർട്ട് ബീറ്റ് വരുമ്പോഴേ അത് ജീവൻ വെക്കുന്നുള്ളൂ. അപ്പോൾ ഹാർട്ട് ബീറ്റേ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ വന്നിട്ട് അത് ശരിയായിട്ടുള്ള ഒരു ഇതല്ല, നല്ല ഒരു സ്കാൻ ചെയ്തപ്പോ 6 ആഴ്ചയും 3 ദിവസവും കാണിക്കേണ്ടടുത്ത് 4 ആഴ്ച 1 ദിവസം ഉള്ളായിരുന്നു. അതാണ്. അപ്പം വളർച്ച കുറവുണ്ട് ഓട്ടോമാറ്റിക്കലി, അതായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് പീരിയഡ്സ് ഇറഗുലർ പീരിയഡ്സ്, ശരിക്കല്ലാത്ത പീരിയഡ്സ് ആണെങ്കിലും ഇതുപോലെ ലേറ്റായിട്ട് ഗർഭം ധരിച്ചതോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം. പീരിയഡ്സ് ശരിക്ക് വരുന്ന ആളല്ലെങ്കിൽ, ലേറ്റായിട്ട് വരുന്ന ആളോ മറ്റോ ആണെങ്കിൽ അങ്ങനെയും സാധ്യതയുണ്ട്. എന്തായാലും വെയിറ്റ് ചെയ്യൂ. ബ്ലീഡിങ് ഉണ്ടെങ്കിൽ അതിനെ സ്റ്റോപ്പ് ചെയ്യുക, ഒന്നും ചെയ്യേണ്ട. ഒരു പക്ഷേ തനിയെ മറ്റേ ഹാർട്ട് ബീറ്റ് വരാത്തെങ്കിൽ തനിയെ അബോട്ടായി പോവും. ഇല്ലെങ്കിൽ ഡോക്ടർ അത് പറയും, മിസ്ഡ് അബോർഷൻ എന്ന് നമ്മൾ പറയും. അതിന് ക്ലിയർ ചെയ്യേണ്ട ആവശ്യം ചിലപ്പോൾ ഉണ്ടായേക്കാം കേട്ടോ. സോ അപ്പോൾ ഒത്തിരി ഹോപ്പൊന്നും വെക്കണ്ട. ജസ്റ്റ് എന്താണ് ഡോക്ടർ പറയുന്നോ അതനുസരിച്ച് നമുക്ക് ശരിയായത് ചെയ്യാം. നല്ലതല്ലാത്ത കുഞ്ഞുങ്ങളുടെ അങ്ങനത്തെ തരം ഉണ്ടാകുന്ന കുഞ്ഞുങ്ങളെ ഇങ്ങനെ അബോട്ടായി പോകാറുള്ളൂ. പ്രതീക്ഷിച്ചോളൂ. പ്രതീക്ഷകൾ കുഴപ്പമില്ല, പക്ഷെ അതുകൊണ്ട് ഒരുപാട് പ്രതീക്ഷിച്ച് വേദനിക്കാനും പാടില്ല. ഓക്കെ. സോ രണ്ട് തരത്തിലും കീപ് യുവർ ഫിംഗേഴ്സ് ക്രോസ്ഡ്. ലെറ്റ് ഇറ്റ് ബി. കിട്ടിയാൽ നമുക്കുള്ളതാണ്, കിട്ടിയില്ലെങ്കിൽ അത് നമുക്കുള്ളതല്ല. അതിനെന്തോ ഒരു കുഴപ്പമുള്ളതുകൊണ്ടാണ് ദൈവം അത് വേണ്ടാന്ന് വെച്ചതെന്ന് മനസ്സിൽ വിചാരിക്കും. ഓക്കെ, എല്ലാം നല്ലതിനായിരിക്കും. ഓക്കെ, ഫീൽതി മൊമെന്റ്സിലേക്ക് വിളിച്ചതിൽ വളരെ സന്തോഷം. ആർത്തവ പ്രശ്നങ്ങളെക്കുറിച്ചാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്കും ഇത് സംബന്ധിച്ചുള്ള സംശയങ്ങൾക്കായിട്ട് വിളിക്കാവുന്നതാണ്. ഡോക്ടർ, നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. കുട്ടികളുടെ പ്രശ്നങ്ങളാണ് പറഞ്ഞത്. കുട്ടികളുടെ പ്രശ്നങ്ങൾ. അപ്പോൾ ഈ കുട്ടികളുടെ പ്രശ്നങ്ങളാണ് ഏറ്റവും കൂടുതൽ ഉപേക്ഷിക്കപ്പെടുന്നത്. അതാണ് ഞാൻ കണ്ടിട്ടുള്ളൊരിത്. അതാണ് ഭാവിയിൽ ഇപ്പോൾ ഈ ഇൻഫെർട്ടിലിറ്റി, ഈ വന്ധ്യത ഒക്കെ കൂടി വരും. അത് പല അമ്മമാർക്ക് അറിയില്ല. ഈ തുടക്കം, ഈ അമിതമായ വേദന, സഹിക്കാൻ വയ്യാത്ത വേദന, കുഞ്ഞു സ്കൂളിൽ നിന്ന് വേദനയോടുകൂടി വീട്ടിലേക്ക് വരിക, പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഇഞ്ചക്ഷൻ എടുക്കുക, അല്ലെങ്കിൽ ഡ്രിപ്പ് എടുക്കുക, പെയിന് ഒരു ഇഞ്ചക്ഷൻ എടുത്തിട്ട് വരിക. ഇത് സ്ഥിരമാക്കിയിട്ടുള്ള എത്രയോ കുട്ടികളുടെ വീട്ടുകാരുണ്ട്. എത്ര പറഞ്ഞാലും ശരി, 14 വയസ്സ് കുട്ടിയല്ലേ ഡോക്ടറെ, 15 വയസ്സ് കുട്ടിയല്ലേ, ഒരു സ്കാൻ ചെയ്താൽ. അപ്പോൾ ഇവരുടെ വിചാരം സ്കാൻ എന്നൊക്കെ പറഞ്ഞാൽ എന്തോ ഭയങ്കര അപകടം ഉണ്ടാക്കുന്ന സാധനമാണെന്ന്. ഒരിക്കലും അല്ല. സ്കാൻ ഈസ് അൾട്രാസൗണ്ട് സ്കാനാണ്. വയറ് വഴി അവർ ചെയ്യുന്ന ഒരു സ്കാൻ. സോ അൾട്രാസൗണ്ട് എന്ന് പറയുമ്പോൾ അതിൽ വന്നിട്ട് എക്സ്റേ പോലത്തെ രശ്മികൾ പോലും ഇല്ല, അങ്ങനത്തെ ഒന്നുമില്ല. സൗണ്ട് വേവ്സിന് ഒരു എനർജിയാക്കി മാറ്റി അതിൻ്റെ ആ വയറ്റിനകത്തുള്ള രൂപങ്ങൾ, അതായത് ഓരോരോ അവയവങ്ങളുടെ രൂപത്തിൻ്റെ ഷേപ്പാണ് നമ്മളതിൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്നത്. സോ അൾട്രാസൗണ്ട് സ്കാൻ ഒരിക്കലും ഹാനികരമല്ല. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും വർഷമായിട്ട് ഗർഭിണികളിൽ എത്രയോ 10-20 വർഷമായിട്ട് നമ്മൾ, അല്ല അതിനും മുകളിൽ 10-30 വർഷമായിട്ട് ഗർഭിണികളിൽ അൾട്രാസൗണ്ട് സ്കാൻ ചെയ്താണ് നമ്മൾ കുട്ടിയുടെ വളർച്ച കണ്ടുപിടിക്കുന്നത്. എന്നിട്ട് ആർക്കും ഒരു കുഴപ്പമില്ലല്ലോ. സോ അത് കുഴപ്പമില്ല എന്ന് കണ്ടുപിടിച്ചത് കൊണ്ട് സ്കാന് 14 വയസ്സ് കുട്ടിക്കും ചെയ്യാം, 15 വയസ്സ് കുട്ടിയെ. ഇപ്പോൾ ഒരു അപ്പൻഡിക്സ് വന്ന് ഭയങ്കര പെയിൻ വന്ന് നമ്മൾ സ്കാൻ ചെയ്യാതിരിക്കുമോ? ആ കുട്ടിയായാലും നമ്മളത് ചെയ്യും. സോ അപ്പൻഡിക്സ് കുഴപ്പമില്ല, യൂട്രസിന് എന്ത് ആയാലും ഞങ്ങൾക്ക് പ്രശ്നമില്ല, അങ്ങനെ വിചാരിക്കരുത്. അതാണ് ഭാവിയിൽ കുഞ്ഞിന് അമ്മയാകാൻ പറ്റാതെ പോകുന്ന പല അസുഖങ്ങളുടെയും തുടക്കം. ഈ ആദ്യത്തെ ആർത്തവ സമയത്ത് ഉപേക്ഷിക്കുന്നുണ്ട്, ആ പ്രശ്നങ്ങൾ ഉപേക്ഷിച്ച് കളയും. അതാണ് നെക്സ്റ്റ് നമുക്ക് എന്താണൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാം എന്ന് പറയാം. ഓക്കെ മാം, നമുക്കൊരു കോളിലേക്ക് പോകാം. ഹലോ. ഫീൽതി മൊമെന്റ്സിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? എൻ്റെ പേര് അൻസില. ഓക്കെ, ഡോക്ടറോട് സംശയം ചോദിച്ചോളൂ. ഓക്കെ. ഹലോ. പറഞ്ഞോളൂ ഡോക്ടർ. എൻ്റെ പേര് അൻസില, ഞാൻ കാലിക്കറ്റ് നിന്നാണ് വിളിക്കുന്നത്. ഓക്കെ. അൻസിബ. അൻസില. പറഞ്ഞോളൂ. ഓക്കെ ഡോക്ടർ, എനിക്ക് മാസത്തിൽ ഇപ്പോൾ 2 പ്രാവശ്യം പീരിയഡ്സ് ആവാറുണ്ട്. എപ്പോഴും? എല്ലാ മാസവും? ഇപ്പോൾ 3 മാസം കണ്ടിന്യൂസ് ആയിട്ട് 2 മാസം പീരിയഡ്സ് ആവാറുണ്ട്. ഒരു മാസത്തിന് 2 പ്രാവശ്യം. ഡോക്ടറെ കാണിച്ചോ? ഗൈനക്കോളജിസ്റ്റിനെ കാണിച്ചായിരുന്നു. അപ്പോൾ എനിക്ക് ഇന്ന് സ്കാനിങ് പറഞ്ഞിട്ടുണ്ട്. അതിന് മുമ്പത്തെ പ്രാവശ്യം മെഡിസിൻ തന്നു, പിന്നെ ടെസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഹോർമോൺസിന്റെയും വൈറ്റമിൻ ഡിന്റെയും എല്ലാം ടെസ്റ്റ് ചെയ്തായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഇന്നാണ് ചെല്ലാൻ പറഞ്ഞിരിക്കുന്നത് ഹോസ്പിറ്റലിൽ.
സോ ഹോർമോണൊക്കെ ടെസ്റ്റ് ചെയ്തു. അപ്പോൾ ഡോക്ടർ എന്തോ പറഞ്ഞു? ഇല്ല, അപ്പൊ കണ്ടിട്ടില്ല ഞാൻ. പിന്നെ കണ്ടിട്ടില്ല? ഇല്ല, ഇന്നാണ് ചെല്ലാൻ പറഞ്ഞത്. ഓക്കെ ഓക്കെ. അപ്പോൾ അത് ചെല്ലു. പിന്നെ സ്കാൻ ചെയ്തല്ലോ അല്ലേ? അതെ, സ്കാൻ ചെയ്തോ. ആ, അപ്പോൾ തീർച്ചയായിട്ടും നോക്കണം. ഹോർമോണിൻ്റെ ഒരു പ്രശ്നമാവാനാണ് സാധ്യത കൂടുതൽ. പിന്നെ ദേഹവണ്ണം കൂടുന്നുണ്ടോ? ഇല്ല, ഞാൻ സ്ലിം ആണ്, വണ്ണം ഇല്ല. പിന്നെ തൈറോയിഡിലും നോക്കാൻ പറ്റും. അതൊക്കെ നോക്കും അവർ യൂഷ്വലി. പിന്നെ PCOD പോലത്തെ വല്ലതും ആണോ എന്ന് നോക്കണം. പിന്നെ യൂഷ്വലി കാണുന്നത് അങ്ങനെ ആകാം, ഇല്ലെങ്കിൽ തൈറോയ്ഡ് പ്രോബ്ലം ഉള്ളതുകൊണ്ടാകാം, നോക്കാം അതും. പിന്നെ സ്ത്രീ ഹോർമോണുകളിൽ തന്നെ വ്യത്യാസം ഉണ്ടാവും. സോ അതെ, എന്തായാലും ട്രീറ്റ്മെൻ്റ് ഉണ്ട് കേട്ടോ. കറക്റ്റായിട്ട് കണ്ടുപിടിച്ചാൽ സ്കാനും പിന്നെ ഈ ബ്ലഡ് റിസൾട്ട്സും കൂടി വെച്ച് പ്രോപ്പറായിട്ട് നോക്കുകയാണെങ്കിൽ ഡോക്ടർക്ക് അത് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഡയഗ്നോസിസ് ഈസി ആയിട്ട് ട്രീറ്റ് ചെയ്ത് ക്ലിയർ ചെയ്യാം എന്നുള്ളത്. ഒരു 5-6 മാസത്തെ ട്രീറ്റ്മെൻറ്റ് പ്രോപ്പറായിട്ട് എടുക്കണം, അത്രയേ ഉള്ളൂ. ആൻഡ് ശരീരത്തിന് വണ്ണം അധികം കൂടാതെ നോക്കുക. ദെൻ അഗെയിൻ ബേസിക് ഒരു അരമണിക്കൂർ എക്സസൈസ് ചെയ്യുക. നല്ല ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് കൂടുതൽ കഴിക്കാൻ ശ്രദ്ധിക്കുക. ഒരുപാട് ചിക്കൻ, ബീഫ്, മട്ടൻ, മൈദ ചേർത്തിട്ടുള്ള സംഭവങ്ങൾ, പൊറോട്ട, അങ്ങനെ ജങ്ക് ഫുഡ് അവോയ്ഡ് ചെയ്യണേ. ഓവറായിട്ട് ഫുഡ് ഒന്നുമില്ല. അതന്നെ, ഓവർ ഫുഡ് അല്ലെങ്കിലും കഴിക്കണത് ആകെ ജങ്ക് ഫുഡും ബേക്കറിയൊക്കെ ആണെങ്കിൽ അവോയ്ഡ് ചെയ്തോളൂ. മധുരവും അവോയ്ഡ് ചെയ്യുക. ഓക്കെ, മധുരം ഓവറായിട്ട് കഴിക്കാനും പാടില്ല. ഓക്കെ താങ്ക് യു ഡോക്ടർ. ഓക്കെ, ഫിൽത്തി മൊമെന്റ്സിലേക്ക് വിളിച്ചതിന് വളരെ നന്ദി. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയെത്താം. Punarjani Hospital, empowering the society to self-confidence. Dr. Sweety, gynecologist, Punarjani Hospital, Aksharavidhi Road, Peta, Trivandrum. Are you anxious about your physical, mental, psychological and emotional issues? No more worries. Why fear when Punarjani is here? Punarjani Hospital, empowering the society to self-confidence. Our Punarjani Hospital is specialized to cure all gynec-related issues. Here are the main features of our hospital. Keyhole surgeries for all gynec diseases. Fertility treatments for couples. Menopause and pregnancy counseling, first time in Kerala. Avoiding uterus removal operation and medical cure wherever possible. Beauty and anti-aging treatment. Weight loss clinic, fitness and gym. Sexual problems and vaginal tightening surgeries. Counseling for psychological problems in all age groups. Punarjani Hospital, empowering the society to self-confidence. Dr. Sweety, gynecologist, Punarjani Hospital, Aksharavidhi Road, Peta, Trivandrum. Contact us on 0471 2476 0471 2466 399. Punarjani is with you forever. ഫിൽത്തി മൊമെന്റ്സിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആർത്തവ പ്രശ്നങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഡോക്ടർ, നമുക്കൊരു കോളർ ഉണ്ട്. ഹലോ. ഹലോ, ഫിൽത്തി മൊമെന്റ്സിലേക്ക് സ്വാഗതം. എന്റെ മകൾക്ക് വേണ്ടിയാണ് വിളിക്കുന്നത്. എന്റെ പേര് രാധിക എന്നാണ്, പേട്ടയെന്നാണ് വിളിക്കുന്നത്. ഓക്കെ, ഡോക്ടറോട് സംസാരിച്ചോളൂ. ഓക്കെ. ഹായ്. Hello, hi ma'am. I'm calling you from Peta, nearby. Sure. I'm speaking for my daughter. She is of 17 years old. 17 വയസ്സായ ആളാണ് മാഡം. മോൾക്ക് ബ്ലീഡിങ് പീരീഡ്സ് ആയിട്ട് ഇപ്പോൾ ഒരു 3 വർഷമായി. അത് കഴിഞ്ഞിട്ട് ആദ്യത്തെ പ്രോബ്ലം ഒന്നും ഇല്ലായിരുന്നു. അല്ല, 3 വർഷമായിട്ട് ഇപ്പൊ കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടോ? 2 വർഷമായിട്ട് കറക്റ്റ് ആയിട്ട് വരുമായിരുന്നു. ലാസ്റ്റ് 1 ഇയർ ആയിട്ട് ആൾക്ക് ഇറഗുലർ പീരീഡ്സ് മാത്രമല്ല, വരുന്ന സമയം ഭയങ്കര ബ്ലീഡിംഗ് ആണ്. ഒട്ടും കൺട്രോൾ ചെയ്യാൻ പറ്റാതെ ഞങ്ങൾക്ക് ഹോസ്പിറ്റലിൽ കാണിച്ചിട്ട് IV ഇഞ്ചക്ഷൻ പോലും കൊടുക്കേണ്ടി വന്നു. അപ്പൊ ഇപ്പൊ ഹോർമോൺ ടാബ്ലറ്റ് ആൾ എടുത്തോണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനെന്താണ് മാഡം ഒരു സൊല്യൂഷൻ? അല്ല, അസുഖം എന്താണെന്ന് കണ്ടുപിടിച്ചില്ലേ? വൈ സോ മച്ച് ഓഫ് ബ്ലീഡിംഗ്? പിന്നെ പീരിയഡ് ഇറഗുലർ എന്നല്ലേ പറഞ്ഞത്? പീരിയഡ് ഉണ്ടോന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഇല്ല, വെയിറ്റ് കൂടുതലാണ്. അപ്പൊ അതാണ് ഒരു റീസൺ എന്ന് പറയുന്നത്. ആൾ എക്സസൈസ് ഒക്കെ ചെയ്യുന്നുണ്ട്, കുറച്ച് കുറയ്ക്കാനൊക്കെ ട്രൈ ചെയ്യുന്നുണ്ട്, പക്ഷെ ബ്ലീഡിംഗ് ഒട്ടും. ഹോർമോൺസ് ഒക്കെ ചെക്ക് ചെയ്ത് നോക്കില്ലേ? ഇപ്പൊ PCOD ആണോ എന്ന് കണ്ടുപിടിക്കാൻ സ്കാൻ മാത്രം വെച്ച് പറ്റത്തില്ല. കല്യാണം കഴിക്കാത്ത കുട്ടിയല്ലേ? 17 years old. അതാ പറഞ്ഞ. അപ്പോൾ സോ വയർ വഴിയുള്ള സ്കാൻ ആയിരിക്കും ചെയ്യുന്നത്. സോ അൾട്രാസൗണ്ട് സ്കാൻ എപ്പോഴും ഒരു 10% വന്നിട്ട് ദർ ഇസ് സം ആർട്ടിഫാക്ട് ഡിഫക്റ്റ് ഉണ്ടാവും. കാര്യം വെച്ചാൽ ഒരു ഇളിക്കൂടെന്ന് പറയുന്നത് ഒരു ബോണാണ്.
ബോണിൻ്റെ കേജാണ് നമ്മുടെ ഈ ഇളിക്കൂട്, ദറ്റ് ഇസ് പെൽവിക്ക്. ഇത് ബോൺസിൻ്റെ അകത്താണ് ഈ ഗർഭപാത്രം ഇരിക്കുന്നത്. സോ അതിൻ്റെ ആ ഒരു പ്രോബ്ലം വരും. കാര്യം വെച്ചാൽ കല്യാണം കഴിക്കാത്ത കുട്ടികൾക്ക് ഉള്ളിൽ കൂടെയുള്ള സ്കാൻ ചെയ്യാൻ പറ്റത്തില്ല, വയർ വഴിയുള്ള സ്കാൻ ആയിരിക്കും ചെയ്യുന്നത്. സോ തീർച്ചയായിട്ടും ഒരു 10% അതിൽ നമുക്ക് ചിലപ്പോൾ ഓവറി ശരിക്ക് കാണാൻ പറ്റിയില്ല എന്ന് വരും. അത് ചിലപ്പോൾ അത് യൂട്രസിൻ്റെ പുറകെ പോയായിരിക്കും കിടക്കുന്നത്. സോ ദീസ് തിങ്സ് ഡോക്ടർ ഓൾസോ കനോട്ട് ഡു എനിത്തിങ്. സ്കാൻ ചെയ്യുന്ന ഡോക്ടർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്നുവെച്ചാൽ വയർ വഴിയേ ചെയ്യാൻ പറ്റുള്ളൂ. എത്ര ഇതായാലും ചിലപ്പോൾ അത് കാണാം. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ PCOD ഒക്കെ അതിൻ്റെ പാരലായിട്ട് അത് ആണ് എന്ന് പറയുന്ന അല്ല ആണോ അല്ലേന്നറിയുന്ന ബ്ലഡ് ടെസ്റ്റും കൂടി സ്പെഷ്യൽ ടെസ്റ്റുകളുണ്ട്. അതും കൂടെ ചെയ്ത് നോക്കി ഇത് രണ്ടും കൂടെ കോറിലേറ്റ് ചെയ്യേ ഉള്ളൂ. ഓക്കെ, അല്ലാതെ ഒരു സ്കാൻ വെച്ചിട്ട് PCOD ആണോ ഇല്ലേ എന്നൊന്നും പറയാൻ പറ്റില്ല. ആൻഡ് പിന്നെ സിംറ്റംസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പീരിയഡ്സ് ഇറഗുലർ ആണോ, 2-3 മാസം വരാതെ ആണ്. സോ ദാറ്റ് ഈസ് ഇറ്റ്. ഇപ്പം നിങ്ങൾ പറഞ്ഞ സിംറ്റംസിൽ തന്നെ ഐ ക്യാൻ സേ ഇറ്റ് ഈസ് PCOD ഇൻ എ വേ, ബിക്കോസ് I'm seeing PCOD lots and lots of girls nowadays. ഗേൾസ് മാത്രമല്ല, അപ് ടു 30 വരെ കാണാം നമുക്ക്. ദറ്റ് ഈസ് ഈ ഒരു 10 പേഷ്യൻ്റ് വന്നാൽ 8 പേരും PCOD ആണ്. ദറ്റ് ഈസ് ഞാൻ പറഞ്ഞത് ഈ ഏജ് ഗ്രൂപ്പിൽ ഒരു 15 തൊട്ട് ഒരു 25 വരെ ഉള്ളത് എടുത്തു നോക്കിയാൽ ഇത് തന്നെയായിരിക്കും പ്രശ്നം. കുട്ടികൾ ഉണ്ടാവാതെ വരുന്നതും ഇത് തന്നെയായിരിക്കും പ്രശ്നം. നമ്മൾ നോക്കുമ്പോൾ എല്ലാ ഫാക്ടേഴ്സും ഉണ്ട്. വണ്ണം കൂടുതലുണ്ട്, പീരിയഡ് ഇറഗുലറാണ്, വരുമ്പം ഓവർ ബ്ലീഡിംഗ് ഉണ്ട്, ദെൻ ഹോർമോൺസും ബാക്കി സംഭവങ്ങളും കറക്റ്റായിട്ട് നോക്കിയാൽ PCOD ആണോ ഇല്ലെന്നുള്ളത് അറിയാൻ പറ്റും. ഇപ്പം സ്കാൻ വേണമെങ്കിൽ വേറെ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, തീർച്ചയായിട്ടും ഡെഫിനറ്റ്ലി ഐ എം ഹാവിങ് ഇൻ ആൻഡ് ഔട്ട് പേഷ്യൻസ് PCOD തന്നെയാണ്. ആൻഡ് റിസർച്ച് ഓൾസോ ഐ എം ഡൂയിങ് വിത്ത് PCOD, ബിക്കോസ് PCODക്ക് ഏറ്റവും നല്ല ഒരു ഇത് എങ്ങനെയാണെന്ന്. ഡോണ്ട് വറി അറ്റ് ഓൾ. പക്ഷേ ട്രീറ്റ് ആസ് സൂൺ ആസ് പോസിബിൾ. അല്ലെങ്കിൽ എന്താ പറ്റുന്നത് വെച്ചാൽ മിക്കവാറും പേര് ഇതിനെ നെഗ്ലക്ട് ചെയ്തിട്ട് കുട്ടികൾക്ക് കല്യാണം കഴിഞ്ഞതിന് ശേഷം കുട്ടി ഉണ്ടായില്ല എന്ന് പറഞ്ഞിട്ട് ആൺവീട്ടുകാരും എല്ലാവരും കൂടെ ഡോക്ടറെ കൊണ്ട് കാണിക്കുക. പിന്നെ കുട്ടി വന്നിട്ട് അത് ഈ കുട്ടിക്കാരനാണ് കുഞ്ഞുങ്ങൾ ഉണ്ടാവാത്തതെന്ന് പറയിപ്പിക്കുക. സോ ഒരു പെൺകുട്ടിയെ ആ രീതിയിൽ അപമാനിക്കാതിരിക്കാൻ മാതാപിതാക്കൾ ഇങ്ങനെയാണ് ശ്രദ്ധിക്കേണ്ടത്. ആഭരണത്തെക്കാൾ അത്യാവശ്യം ആരോഗ്യമാണ് കേട്ടോ. കല്യാണത്തിന് മുമ്പ് യു മേക്ക് ഇറ്റ് റൈറ്റ്. ഓക്കെ, ഫീൽഡ് മൊമെന്റ്സിലേക്ക് വിളിച്ചതിൽ വളരെ സന്തോഷം. മാം, ഇപ്പം ഈ ഒരു കോളുമായിട്ട് റിലേറ്റ് ചെയ്ത് പറയുകയാണെങ്കിൽ ഈ ഒരു കാലഘട്ടത്തിൽ കുട്ടികൾക്ക് ഉണ്ടാകുന്ന പ്രോബ്ലംസ് ഇപ്പോൾ വന്നിട്ട് നമുക്ക് ഒരു സ്കാൻ, അതാണ് ഈ പ്രശ്നം എന്തെന്നറിയാമോ. ഈ ഒന്നാമത്തെ കാര്യം 14, 15, 16 വയസ്സിൽ ഇത് തുടങ്ങുമ്പോൾ ഇതേപോലത്തെ പ്രശ്നങ്ങളാണ്. വരുമ്പോൾ പറഞ്ഞത് കണ്ടോ, ബ്ലീഡിങ്. ദിസ് ഇസ് വാട്ട് ഐ വാസ് ടെല്ലിങ് യു റൈറ്റ് നൗ. വന്നു കഴിഞ്ഞാൽ ബ്ലീഡിങ് വിൽ നെവർ സ്റ്റോപ്പ്. അത് ഒരു ഇത് ചിലർക്ക് വളരെ സന്തോഷമായിട്ട് ചില പിള്ളേർ ഇത് വെളിയിലേ പറയില്ല. ഒരു സമയത്ത് ഈ പീരിയഡ് വരുന്ന സമയത്ത് എല്ലാവർക്കും ഈ പീരിയഡ് എന്ന് പറഞ്ഞ ഒരു സുഖമുള്ള സംഭവം തന്നെ. ഇറ്റ്സ് ഇറിറ്റേറ്റിംഗ് തിങ് തന്നെയാണ്. ഒരു 3-4 ഡേയ്സ് അതൊരു ഇറിറ്റേഷൻ തന്നെ. പിന്നെ കുറേ കഴിയുമ്പോൾ അതങ്ങ് യൂസ് ടു പോവുകയാണ്. അങ്ങനെയാണ്. സോ ആദ്യ കാലഘട്ടങ്ങളിൽ ഈ പെൺകുട്ടികൾ എന്തെന്ന് പറഞ്ഞാൽ പറയുകയില്ല വന്നില്ല എന്ന് വെച്ചാൽ, നന്നായി വന്നില്ല എന്ന് വിചാരിക്കും. ബട്ട് ദേ നെവർ നോ ദ കോൺസിക്വൻസ്. അപ്പോൾ അമ്മ ചോദിക്കുമായിരിക്കും തീർച്ചയായിട്ടും, എന്ത് പറ്റി ഇന്ന് നിനക്ക് ഈ മാസം വന്നില്ലേ. അപ്പോൾ അമ്മയ്ക്ക് അത് ഫസ്റ്റ് ആദ്യം അതിൻ്റെ ഇമ്പോർട്ടൻസ് അറിയണം. അപ്പോൾ ഈ PCOD പോലുള്ള രോഗങ്ങൾ ഒരുപാട് ഇതുപോലത്തെ പീരിയഡ് വരാതിരിക്കാനും കുട്ടി നല്ല വണ്ണം വെക്കണം എന്നില്ല, മെലിഞ്ഞ കുട്ടികൾ ലീൻ PCOD പേഷ്യൻസാണ് കൂടുതലുണ്ട്. സോ അവരുടെ ഭക്ഷണം കഴിക്കുന്ന രീതി വ്യത്യാസമായിരിക്കും. ബട്ട് പ്രോപ്പർ ഭക്ഷണം ആയിരിക്കത്തില്ല, ജങ്ക് ഫുഡ് ആയിരിക്കും കൂടുതൽ. സോ ഇങ്ങനത്തെ പ്രോബ്ലംസ് വരുമ്പോൾ ഈ ചെറിയ പ്രായത്തിൽ ഓവർ പെയിന്, ഓവർ ബ്ലീഡിങ്, പീരിയഡ് വരാതിരിക്കുക, ഈ പ്രോബ്ലംസാണ് നമ്മൾ പറഞ്ഞ അഡോളസെൻ്റ് ഏജ്. ദിസ് കണ്ടിന്യൂസ് ടു ദി യൂത്ത് ഏജ്, ദറ്റ് ഈസ് റീപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പിൽ ഇത് കണ്ടിന്യൂ ആയി എങ്ങനെയാണ് പോകുന്നത്. പിന്നെ കല്യാണം ആകുന്നു, പിന്നെ PCOD മാത്രമല്ല, സിവിയർ പെയിൻ വരുമ്പോൾ എൻഡോമെട്രിയോസിസ് എന്നുള്ള രോഗമുണ്ട്. ഈ അണ്ടാശയത്തിൽ സിസ്റ്റുകൾ വരാം, ബ്ലഡ് കൊണ്ട് നിറഞ്ഞ സിസ്റ്റ്. ഓരോ പീരിയഡിലും അതിൽ ബ്ലഡ് നിറയും. പീരിയഡ്സ് വരുമ്പോഴൊക്കെ ആ സിസ്റ്റിനകത്ത് ബ്ലഡ് നിറഞ്ഞ് അത് വലുതാവും. പിന്നെ അത് വയറിനകത്തും വീഴും. സോ എല്ലാ കുടൽ ഭാഗമൊക്കെ ഒട്ടിപ്പിടിച്ച് ട്യൂബൊക്കെ ആകെ നാശമായി. അത് ഞാൻ യൂഷ്വലി ക്യാമറ ഇടുമ്പം കാണുന്ന ചില ഭയങ്കര പ്രയാസമുള്ള ഈ ഒരു അവസ്ഥകളാണ് ഈ കാണുന്നത്. ഈ എൻഡോമെട്രിയോസിസ് എന്ന് പറയുന്നത് PCODയേക്കാളും കഷ്ടമുള്ള ഒരു രൂപമാണ്. ദറ്റ് ഈസ് വൺ ടൈപ്പ് ഓഫ് ഡിസീസാണ്. അതും ഈ ഓവർ പെയിൻ വരുന്ന പെൺകുട്ടികളിൽ മിക്കവാറും നോക്കിയാൽ കുറച്ച് നമ്മൾ ആദ്യമേ ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ അതങ്ങനെ ഡെവലപ്പ് ചെയ്ത് എൻഡോമെട്രിയോസിസിലേക്ക് വരും. അപ്പോൾ ഗർഭപാത്രത്തിനും ഇതേപോലെ ബ്ലീഡ് ചെയ്തുകൊണ്ടിരിക്കാനുള്ള ഒരു ടെൻഡൻസി, ഭയങ്കര പെയിൻ ഉണ്ടാക്കാനൊരു ടെൻഡൻസി, അതേപോലെ ഒരു അണ്ടാശയത്തിലുള്ള മുഴയ്ക്കും അതുപോലെ
ഉള്ള ടെൻഡൻസി, അതാണ് എൻഡോമെട്രിയോസിസ് എന്ന് പറഞ്ഞാൽ. ഈ 2 രോഗങ്ങളും ഇറ്റ് വിൽ കണ്ടിന്യൂ ടു 20-25, ദറ്റ് ഈസ് റീപ്രൊഡക്റ്റീവ് ഏജ് എന്ന് നമ്മൾ പറയുന്നത്. അതായത് ഒരു കുഞ്ഞുണ്ടാകാൻ പറ്റിയ ഒരു ഏജ് ഗ്രൂപ്പിലേക്ക് പോകും. അപ്പോഴാണ് ഈ കുഞ്ഞില്ലാത്ത വന്ധ്യത, ഇൻഫെർട്ടിലിറ്റിയിലേക്ക് അത് മാറുന്നത്. വരാം, ഒരാൾ കോൾ വെയിറ്റിംഗ് ഉണ്ട്. ഹലോ ഹലോ, ഫീൽ ദി മൊമെന്റ്സിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? ഡോക്ടറോട് സംസാരിക്കുന്നു. ഓക്കെ, ആരാ സംസാരിക്കുന്നത്? പറഞ്ഞോളൂ. പാറശാലയിൽ ലതിക. ഓക്കെ, ഡോക്ടറോട് ചോദിച്ചോളൂ. ഹായ് ലതിക. ഹലോ. ഹലോ, നമസ്കാരം. പറഞ്ഞോളൂ. നമസ്കാരം. പീരീഡ് ആകുമ്പോൾ നല്ല വയറുവേദനയാ. പറഞ്ഞോളൂ. പിന്നെ നിങ്ങൾക്കാണോ അമ്മ? നിങ്ങൾക്കാണോ? നിങ്ങളുടെ കാര്യമാണോ? അതെ. ഓക്കെ. ഏജ്? 46. ഓക്കെ, പറഞ്ഞു. അപ്പം വയറുവേദനയുടെ ഡോക്ടറെ കാണിച്ചായിരുന്നു. ഓക്കെ. അപ്പം സ്കാൻ ചെയ്യാൻ പറഞ്ഞു. സ്കാൻ ചെയ്ത് ഇപ്പം വയറ്റിൽ 3 മുഴയാണെന്ന് പറഞ്ഞു. അത് 2.8, 2.4, 2.9 അങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. വയറെന്ന് ഉദ്ദേശിച്ചത് ഗർഭപാത്രത്തിൽ. ആ അതിൽ ഈ 3 മുഴകളുണ്ട്. 3 മുഴകൾ. എന്തെങ്കിലും പ്രശ്നമുള്ളതാണ്? ഇത്രയും ചെറിയ സൈസിൽ ഇപ്പോഴേ ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ ചിലപ്പം കുറച്ച് ദിവസം ട്രീറ്റ്മെൻറ്റ് എടുക്കണം. ഇഞ്ചക്ഷൻസും ഗുളികളും എടുക്കുകയാണെങ്കിൽ അലിഞ്ഞ് ചെറുതാവാൻ സാധ്യതയുണ്ട്. കുറച്ചും കൂടെ 6 മാസം നോക്കട്ടെ എന്നാണ് പറഞ്ഞത്. 6 മാസം നോക്കുമ്പോൾ കുറച്ചും കൂടെ വളരും. ഇത് വളർന്നുകൊണ്ടേയിരിക്കും. എല്ലാ മാസവും 1/2 സെൻറ്റിമീറ്ററോളം വളരാൻ സാധ്യതയുള്ളതാണ് ഗർഭപാത്രത്തിലെ മുഴകൾ. സോ നമ്മൾ നോക്കി ഇരിക്കുമ്പം നമ്മുടെ കൈവിട്ട് പോകുന്നത്. പിന്നെ ഓപ്പറേഷനിൽ പോയി യൂട്രസ് എടുത്ത് മാറ്റേണ്ടി വരും. ഇതാണ് സ്ഥിരം സംഭവിക്കുന്നത്. അതിനൊരു ട്രീറ്റ്മെൻ്റ് ഉണ്ട്. ആ ട്രീറ്റ്മെൻറ്റ് എടുക്കണം. അതിന് മെഡിസിൻ കൊണ്ട് ഇപ്പോൾ ചെറുതാണ് ഈ മുഴ. ഈ 2 സെൻറ്റിമീറ്റർ എന്നൊക്കെ പറഞ്ഞാൽ ഒരു നെല്ലിക്കയുടെ വലിപ്പമാണ്. സോ ആ ഒരു സംഭവമൊക്കെ ട്രീറ്റ്മെൻറ്റ് ചെയ്യാം. അല്ലെങ്കിൽ അതിൻ്റെ പൊസിഷൻ നോക്കിയിട്ട് വേണമെങ്കിൽ കരിച്ചു കളയാൻ പറ്റും. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അതിനെ ഇല്ലാതാക്കാൻ. യൂട്രസിന് എടുത്ത് മാറ്റേണ്ട എന്ന് ഉണ്ടെങ്കിൽ ഇപ്പോഴേ ട്രീറ്റ് ചെയ്യണം. ഇത് ചെറിയ സൈസിൽ ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരവസ്ഥയിലാണ് ഇപ്പോൾ നിങ്ങളിരിക്കുന്നത്. ചെയ്താൽ അത് ആ 2 സെൻറ്റിമീറ്റർ ഉള്ളതിന് നമുക്ക് 1 സെൻറ്റിമീറ്റർ ആക്കി പതുക്കെ അങ്ങ് കുറച്ച് എടുത്തിട്ട് എല്ലാ വർഷവും ഒരു സ്കാൻ ചെയ്ത് അത് വളരുന്നില്ല എന്ന് ഉറപ്പാക്കുമ്പോഴത്തേക്കും പീരിയഡും ഓട്ടോമാറ്റിക്കായിട്ട് നിൽക്കും. കുറച്ച് കഴിയുമ്പം മാസക്കുള്ളി നിൽക്കുമ്പം പിന്നെ ഇതിൻ്റെ വളർച്ച വലുതായിട്ട് വരില്ല. അങ്ങനെ ഒരു ഓപ്പറേഷനിൽ വേണമെങ്കിൽ രക്ഷപ്പെടാം. അതൊക്കെ നമ്മുടെ കയ്യിലാണ്. അതെ, ഒത്തിരി പേര് ഈ ഓപ്പറേഷൻ വേണ്ടാന്ന് പറഞ്ഞാണ് എൻ്റെ അടുത്ത് വരുന്നത്. മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് ഉണ്ടെന്ന് പലർക്കും അറിയത്തില്ല. അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും ഒരു അത് കരിച്ചു കളഞ്ഞാൽ മാറുന്ന അത്ര സൈസ് ഉണ്ടെങ്കിൽ അത് അങ്ങനെ ചെയ്തിട്ട് പിന്നെ ഒരു 6 മാസം ട്രീറ്റ്മെൻറ്റ് എടുക്കുമ്പോഴത്തേക്കും നല്ല വ്യത്യാസം കാണുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ദൂരെ നിന്ന് വരുന്നുണ്ടോ? അത് നിങ്ങൾ അപ്പോയിൻമെൻറ്റ് ലാൻഡ് നമ്പർ കാണിക്കുന്നുണ്ടല്ലോ ഹോസ്പിറ്റലിൻ്റെ 2 നമ്പർ, അതിൽ വിളിച്ച് ചോദിച്ചിട്ട് ഓക്കെ അതിൽ എന്താണെന്നുള്ളത് അവർ പറയും. ടൈമിങ്ങും അതിലൊന്ന് ബുക്ക് ചെയ്തിരുന്നാൽ മതി. ഓക്കെ, ഡോക്ടറുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് എത്രയും വേഗം ചികിത്സ തേടുക. വിളിച്ചതിൽ വളരെ സന്തോഷം ഡോക്ടർ. നമ്മൾ റീപ്രൊഡക്റ്റീവ് അപ്പോൾ നമുക്ക് ഇത് ഒന്നും ഒരു പ്രാവശ്യം കൊണ്ട് അങ്ങനെ തീരുന്ന സംഭവമല്ല. അപ്പോൾ ഇത് ട്രീറ്റ് ചെയ്യപ്പെടുന്നില്ല, ഈ വേദന ഉപേക്ഷിക്കപ്പെടുന്നു പെൺകുട്ടിയുടെ. സോ അത് കണ്ടിന്യൂ ചെയ്ത് അടുത്ത ഏജിലേക്ക് പോവാണ്. സോ ആ ഒരു സംഭവത്തിൽ നിന്ന് ബാലികയിൽ നിന്ന് യുവ ആയിട്ട് മാറുകയാണ്. സോ ആ യൂത്ത്ഫുൾ ഏജിൽ അതിനെ നമ്മൾ ഗൈനക്കോളജിയിൽ റീപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പ് എന്ന് പറയും. അപ്പോൾ 15 തൊട്ട് 45 വരെ. സോ ആ ഒരു ഏജിൽ കുട്ടികൾ ഉണ്ടാകുന്ന ഒരു ഏജ് ഗ്രൂപ്പ്, അതുകൊണ്ട് അങ്ങനെ പറയുന്നേ ഉള്ളൂ. ആ ഏജിലും ഇതേപോലെ ഹോർമോണുകളുടെ പ്രശ്നങ്ങളും എല്ലാം ഇതേ കണ്ടിന്യൂ ചെയ്യും. ഇതേപോലെ സിസ്റ്റുകൾ ഉണ്ടാവാം, പിന്നെ പോളിസിസ്റ്റിക് ഓവറി, 2 അണ്ടാശയത്തിലും കൊച്ചു സിസ്റ്റുകൾ ഉണ്ടാവാം. ഇതൊക്കെ കൊണ്ടായിരിക്കാം പീരിയഡ് ലേറ്റ് ആവുന്നത്. അല്ലെങ്കിൽ ഓവർ വേദന വരുന്നത് ചിലപ്പോൾ എൻഡോമെട്രിയോസിസ് കൊണ്ടായിരിക്കും, ഓവർ ബ്ലീഡിങ് വരുന്നത്. സോ ഇതൊക്കെ കുട്ടി പറഞ്ഞാലും വീട്ടുകാർ വലിയ സീരിയസ് ആയിട്ട് എടുക്കത്തില്ല. 14-15 വയസ്സിൽ എന്ത് ഗൈനക്കോളജിസ്റ്റിനെ കാണിക്കാനുള്ള മട്ടിലാണ് അവർ. വരും, ഇഞ്ചക്ഷൻ എടുക്കും, വേദന മാറ്റും, പോവും, 2-3 ഗുളിക വാങ്ങിച്ചിട്ട് പോകും. ദിസ് ഈസ് വാട്ട് ഐ എം സീയിങ് റിയലി. ബട്ട് ഞാനും ഇപ്പോഴും അങ്ങനെ ഓവറായിട്ട് പറയാനുള്ളത് ഒരു ചെറിയ കൗൺസിലിംഗ് പോലെ ഈ പറയുന്ന പോലെ പറഞ്ഞു ചെയ്യും. പക്ഷെ അവർ പറയും, ഡോക്ടറെ ഇപ്പോൾ 15 വയസ്സിലുള്ള ഒരു 5-6 വർഷം പോട്ടെ,
5-6 വർഷം പോകുമ്പോഴത്തേക്കും രോഗം ഇങ്ങനെ ഡോക്ടറെ കാണുന്നവരെ ഞാൻ വെറുതെ ഇരിക്കാനൊന്നും ഇരിക്കത്തില്ല. ഇറ്റ് ഈസ് ദ പ്രോഗ്രസീവ് ഡിസീസ്. അപ്പം PCOD എന്ന് പറയുന്നത് പ്രോഗ്രസ് ചെയ്തിരിക്കും. പിന്നെ ഇവർ അറിയാതെ തന്നെ നമ്മളെടുത്ത് വരും. എങ്ങനെയെന്ന് വെച്ചാൽ 1 വർഷത്തോളമൊന്നും പീരീഡേ വരില്ല കുട്ടിക്ക്. പിന്നെ എപ്പോഴാണ് ഈ കുട്ടികൾക്കും അല്ലെങ്കിൽ അമ്മമാർക്കൊക്കെ ഇത് ഈ PCOD ഒക്കെ വരുമ്പം പ്രശ്നം വരുന്നതെന്ന് വെച്ചാൽ മുഖക്കുരു വരുമ്പം സൗന്ദര്യത്തെ തൊട്ട് കളിക്കുമ്പോഴാണ് അവരത് വന്നിട്ട് ഒരു അസുഖമായിട്ട് കരുതുന്നത്. അല്ലാതെ വയറിനകത്ത് ഇത് ഈ അണ്ടാശയത്തിൽ പ്രോബ്ലമുണ്ട്, സിസ്റ്റുണ്ട്, മാസക്കുളി വരുന്നില്ല എന്നൊന്നും പറഞ്ഞ് ഭാവിയിൽ അത് കുട്ടികൾ ഉണ്ടാവാതാക്കും, നിങ്ങളുടെ കുഞ്ഞിന് അതൊരു ദോഷമായി വരും, ഇതൊന്നും അവർക്ക് ഏൽക്കത്തില്ല. എപ്പോഴാണ് ഏൽക്കുന്നതെന്ന് വെച്ചാൽ മുഖക്കുരു വരും. ഈ സംഭവം വരുമ്പോൾ മുടി പൊഴിയും, പിന്നെ വന്നിട്ട് കറുത്ത പാടുകൾ വരും. ആൻഡ് ഈ സ്കിൻ ഒരുപാട് എക്സ്പീരിയൻസ് വരുമ്പോൾ നമുക്ക് ഒരാൾ കയറി വരുമ്പോഴേ അറിയാം ഓക്കെ ദിസ് ഗേൾ ഈസ് PCOD എന്ന് മനസ്സിനകത്ത് നമുക്ക് അറിയാതെ ആ ഒരു ഇൻറ്റ്യൂഷൻ വരും. പ്രോപ്പറായിരിക്കും, കറക്റ്റായിട്ട് ഇൻവെസ്റ്റിഗേഷൻസും സ്കാൻ റിപ്പോർട്ടും വരുമ്പോൾ പക്ക PCOD ആയിരിക്കും. അത് വർഷങ്ങളായിട്ടുള്ളതുമായിരിക്കും. സോ മുഖക്കുരു വരുന്നു, നമ്മൾ കഴിക്കുന്നതിനേക്കാളും കുറച്ച് കൂടുതൽ തടി വയ്ക്കുന്നു, അല്ലെങ്കിൽ കഴിക്കുന്നതൊക്കെ ദേഹത്ത് പിടിക്കുന്നു എന്ന് തോന്നുന്ന രീതിയിലുള്ളത്. പിന്നെ അങ്ങനെ നോക്കുമ്പോൾ ആ കുട്ടികൾ മിക്കവാറും ബേക്കറി ഐറ്റംസ്, ജങ്ക് ഫുഡ്, ചിക്കനൊക്കെ ഒത്തിരി കഴിക്കാൻ താല്പര്യമുള്ള പിള്ളേർ, അല്ലെങ്കിൽ സ്വീറ്റ്സ് ഒരുപാട് കഴിക്കാൻ താല്പര്യമുള്ളവർ, ഇല്ലെങ്കിൽ പിസ്സ അതുപോലത്തുള്ള ജങ്ക് ഫുഡ് ഉണ്ടല്ലോ, ദാറ്റ് സോർട്ട് ഓഫ് തിങ്സ് ഒത്തിരി ചെയ്യുന്നവരായിരിക്കും. എങ്ങനെ നോക്കിയാലും അങ്ങനെ ഒരു ഈറ്റിംഗ് ഹാബിറ്റ്സിൽ ഒരു ശരിക്കുള്ള ഒരു പ്രോബ്ലംസ് ഉള്ളവരായിരിക്കാം. അത് അപ്പം അവർ പറയത്തില്ല, നമ്മൾ ചോദിക്കും പറയാം. പിന്നെ അത് സൗന്ദര്യ പ്രശ്നമായിട്ട് മാറും. മുടി കൊഴിയും, മുഖക്കുരു വരും, കറുത്ത പാടുകൾ വരും, മുഖത്ത് മീശയും താടിയൊക്കെ. എന്തെന്ന് വെച്ചാൽ സ്ത്രീ ഹോർമോൺ കുറയുമ്പോൾ പുരുഷ ഹോർമോൺ കൂടും. അതാണ് PCOD. അപ്പം മുഖത്ത് നല്ല മീശയൊക്കെ താടിയൊക്കെ ആയിട്ട് വരുന്ന കുട്ടികളുണ്ട്. സോ അത് വന്നു കഴിയുമ്പം പിന്നെ ഇവർ എന്ത് ട്രീറ്റ്മെൻ്റ് ആയാലും ചെയ്തിട്ടേ അവർ പോവുള്ളൂ. സോ ഇറ്റ് ഷുഡ് കം ഇൻ ടു നമുക്ക് തോന്നണം. അതായത് അതൊരു ബ്യൂട്ടി പ്രോബ്ലമായിട്ട് വരുമ്പോഴേ ഈ പെൺകുട്ടികളായാലും സ്ത്രീകളായാലും ദേ വിൽ ബോദർ അബൌട്ട് ഇറ്റ്. അത് പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ. സോ ഐ പ്രേ ദാറ്റ് ദേ അറ്റ്ലീസ്റ്റ് ഗെറ്റ് എ പിമ്പിൾസ് ഓർ സംതിങ്. അതിന് വേണ്ടി കാണിക്കുമ്പോൾ അറ്റ്ലീസ്റ്റ്. പക്ഷെ അപ്പോഴും എന്ത് ചെയ്യുന്ന വെച്ചാൽ ഒരു സ്കിൻ ഡോക്ടറെ കാണിച്ച് മുഖത്തിന് ലേസറൊക്കെ അയച്ച് ഇതൊക്കെ ചെയ്ത് സൗന്ദര്യമൊക്കെ വരുത്തിയിട്ട് മിണ്ടാതിരിക്കും. കുറച്ച് ദിവസത്തേക്ക് ഇറ്റ് വിൽ ബി ഓക്കെ. ആ മുടിയൊക്കെ എടുത്ത് കളഞ്ഞ് ലേസർ ട്രീറ്റ്മെൻറ്റ് ഒക്കെ ചെയ്യുമ്പോൾ കുറച്ച് ഓക്കെ. എനിക്കറിഞ്ഞ ഒരു കുട്ടി 2 വർഷമായിട്ട് ലേസർ ചെയ്തുകൊണ്ടിരിക്കുക ഈ മുടി എടുക്കാൻ മാത്രം. സ്റ്റിൽ പീരിയഡ് അബ്നോർമൽ ആണെന്നുള്ള കാര്യത്തിന് ട്രീറ്റ് ചെയ്തിട്ടില്ല, ഗൈനക്കോളജിസ്റ്റിനെ കണ്ടിട്ടില്ല. സോ ഇങ്ങനെയാണ് നമ്മൾ ഉപേക്ഷിക്കുന്ന പ്രോബ്ലംസ്. അത് അടുത്ത ഏജിലേക്ക് പോവുകയാണ്, അടുത്ത ഘട്ടത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ കല്യാണം, ഒരു 24-25 വയസ്സിലും മാരേജ്, അങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോൾ വരാം. ഒരു കോളർ ഉണ്ട്. ഹലോ ഹലോ, ഫീൽഡ് മൊമെന്റ്സിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? ഷഹനയാണ് സംസാരിക്കുന്നത്. ഓക്കെ, ഡോക്ടറോട് സംശയം ചോദിച്ചോളൂ. ഷഹാന, പറഞ്ഞോളൂ. എനിക്ക് 23 വയസ്സാണ്. കല്യാണം ഏപ്രിലാണ് കഴിഞ്ഞത്. ഈ ഏപ്രിൽ? അതെ. ഇപ്പോ 1 മാസം മുന്നേ എനിക്ക് പ്രഗ്നൻസി 1.5 മാസം ഉള്ള സമയത്ത് എക്ടോപിക് ആയിട്ട് എന്റെ റൈറ്റ് ഫെലോപ്പിയൻ ട്യൂബ് എടുത്തു കളഞ്ഞായിരുന്നു. ഇനി ഭാവിയിൽ ഇതെന്നെ എഫക്ട് ചെയ്യുമെന്ന് എനിക്കറിയില്ല. ഫെലോപ്പിയൻ ട്യൂബ് എടുത്തു കളയേണ്ടി വന്നു അല്ലേ? ആദ്യമേ കണ്ടുപിടിച്ചെങ്കിൽ ചിലപ്പോൾ ഇഞ്ചക്ഷൻ വെച്ച് ശരിയാക്കായിരുന്നു, ട്യൂബ് പോവാതെ രക്ഷപ്പെടുത്തായിരുന്നു. ആദ്യത്തെ സ്കാൻ ചെയ്ത് നോക്കില്ലേ? പീരിയഡ് മാറിയപ്പം നമ്മൾ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കുമല്ലോ. പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്തായിരുന്നു. എനിക്ക് ലാസ്റ്റ് ഒരു ജൂലൈ 25-നായിരുന്നു ലാസ്റ്റ് മെൻസ്ട്രൽ പീരീഡ് ആയത്. അത് കഴിഞ്ഞിട്ട് ഒരു സെപ്റ്റംബർ അല്ല, അപ്പം ജൂലൈ 21 ആവുമ്പോ ഓഗസ്റ്റ് 21 എക്സ്പെക്ട് ചെയ്യില്ലേ പീരിയഡ് കറക്റ്റ് ആയിട്ട് വരുന്ന ആളാണെങ്കിൽ? ആയിരുന്നു. അപ്പൊ ഞാൻ ടെസ്റ്റ് ചെയ്തിട്ട് അപ്പൊ ഞാൻ എക്സ്പെക്ട് ചെയ്തായിരുന്നു, കാരണം എന്റെ എല്ലാം പ്രോപ്പർ ആയിരുന്നു. ഓക്കെ. അപ്പൊ ഞാൻ ഓർത്തു അത് വരുമായിരിക്കും. എനിക്ക് പെയിൻ ഒക്കെ ഉണ്ടായിരുന്നു ലോവർ അബ്ഡോമൻ. അപ്പൊ വരാത്തപ്പം ചെക്ക് ചെയ്ത് നോക്കിയില്ലേ? ഒരു 4-5 ദിവസം മാറിപ്പോയപ്പോ ചെക്ക് ചെയ്ത് നോക്കിയില്ലേ? ചെക്ക് ചെയ്ത് ഞാൻ നോക്കി കഴിഞ്ഞപ്പോ അത് നെഗറ്റീവ് ആയിരുന്നു. പിന്നെ ഞാൻ ഒരു 2 ദിവസം കഴിഞ്ഞപ്പോ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോ അത് പിന്നെ പോസിറ്റീവ് ആയി. ഡോക്ടറെ അടുത്ത് പോയി ടെസ്റ്റ് ചെയ്തു അല്ലേ? അതോ തനിയെ ടെസ്റ്റ് ചെയ്തു? വീട്ടിൽ വെച്ചാണോ ടെസ്റ്റ് ചെയ്തത്? ടെസ്റ്റ് ചെയ്തായിരുന്നു. വേറൊരു കാര്യമുണ്ട്, ഈ നെഗറ്റീവ് ആയപ്പോഴേ ഡോക്ടറെ കണ്ടിരുന്നെങ്കിൽ ബ്ലഡിലൊരു ടെസ്റ്റ് ഉണ്ട് വളരെ കറക്റ്റായിട്ട് കാണിക്കുന്നത്. പ്രഗ്നൻസി അത് ചെയ്തിരുന്നെങ്കിൽ അന്നേ പ്രഗ്നൻസി ഉണ്ടെന്നറിഞ്ഞ് ഒരു സ്കാനും കൂടി ചെയ്തിരുന്നെങ്കിൽ
ഈ ട്യൂബിലാണെന്ന് അപ്പോഴേ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ആയിരുന്നു. എന്നാൽ നമുക്ക് വന്നിട്ട് ഒരു 2-3 ഇഞ്ചെക്ഷൻസ് എടുത്ത് അത് ഹോസ്പിറ്റലിൽ കിടത്ത് 2-3 ഇഞ്ചെക്ഷൻസിൻ്റെ കാര്യമേ ഉണ്ടായിരുന്നുള്ളൂ. അത് ഓട്ടോമാറ്റിക്കായിട്ട് ആ ഭ്രൂണം ത്തിന് ഇല്ലാണ്ടാക്കി അതങ്ങനെ അബോർട്ടായി ബ്ലീഡിങ് ആയിട്ട് അങ്ങ് പോകും. സോ നമ്മൾ അങ്ങനെയാണ് ആദ്യമേ ഒരു സ്കാൻ എപ്പോഴും ചെയ്യണം പ്രഗ്നൻസി പോസിറ്റീവ് ആയതെന്ന് പറയുന്നത് ഇതിന് വേണ്ടിയിട്ടാണ്. യൂട്രസിലാണോ ട്യൂബിലാണോ എന്നറിയാൻ. അങ്ങനെ നമുക്ക് ട്യൂബിനെ വന്നിട്ട് രക്ഷപ്പെടുത്താൻ പറ്റും ബൈ ഇഞ്ചെക്ഷൻ. ഇല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ പൊട്ടാനുള്ള സ്റ്റേജ് ആകുമ്പോൾ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പിന്നെ ട്യൂബ് എടുത്ത് കളയേണ്ടി വരുന്ന അങ്ങനെയായിരിക്കും. ചിലപ്പോൾ പൊട്ടിയിട്ടുണ്ടാവും, അറിയില്ല, അതുകൊണ്ടായിരിക്കാം അവരെ എടുത്ത് കളഞ്ഞത്. സോ അല്ല, ട്യൂബ് പൊട്ടിയില്ലായിരുന്നു. 3 mm ആയിട്ടാണ് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയത്. ഭ്രൂണം 3 mm ആയിരുന്നു. പിന്നെ അവര് പറഞ്ഞു ഓക്കെ ബീറ്റാ-HCG ടെസ്റ്റ് ചെയ്തിട്ട് നോക്കാം, ഒരു 1000 താഴെയാണെങ്കിൽ എമർജൻസി സർജറി വേണ്ടാന്ന് പറഞ്ഞായിരുന്നു. 567 ആയിരുന്നു. അപ്പോൾ ഒരു 48 hours കൂടി വെയിറ്റ് ചെയ്തിട്ട് നമ്മൾ ഒരു ബീറ്റാ-HCG കൂടി ടെസ്റ്റ് ചെയ്തിട്ട് നോക്കാം എന്ന് പറഞ്ഞ് 48 hours കഴിഞ്ഞപ്പോൾ അത് ബീറ്റാ-HCG 1300 ആയി. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ ഭ്രൂണം കാർഡിയാക് ആക്ടിവിറ്റി ഒന്നും ഇല്ലായിരുന്നു, എങ്കിൽ 8 mm ആയിരുന്നു സൈസ്. അത് ഞാൻ പറഞ്ഞത് നമ്മൾ ഫസ്റ്റ് സ്റ്റേജിൽ കണ്ടുപിടിച്ചാൽ വി ഇമ്മീഡിയറ്റ്ലി സ്റ്റാർട്ട് ആൻ ഇഞ്ചെക്ഷൻ. ചെറുതായിരിക്കുമ്പോഴാണെങ്കിൽ ആ ഇഞ്ചെക്ഷൻ കൊണ്ട് തന്നെ അതിനെ ഡെസ്ട്രോയ് ആയി പോകും. അത് ഇല്ലാണ്ടായി പോകും. അപ്പോൾ അതിൻ്റെ വളർച്ച അവിടെ നിന്നിട്ട് പതുക്കെ അത് അലിഞ്ഞ് അങ്ങ് പുറത്ത് വരികയും ബ്ലീഡിങ് ആയിട്ട് പോവുകയും ചെയ്യും. സോ ട്യൂബൽ അബോർഷൻ നമ്മൾ അങ്ങനെ അങ്ങ് പോവും. ട്യൂബിന് ഒന്ന് ക്ലീനിങ് പോലെ വല്ലതും നമ്മൾ താഴേന്ന് കുറച്ച് എന്തെങ്കിലും മരുന്നോ ഡൈയോ മറ്റേ ഇത് സലൈനോ വല്ലതും ഇട്ട് കൊടുക്കും. ദാറ്റ്സ് ഇറ്റ്. അതോടുകൂടി നമുക്ക് വേണമെങ്കിൽ ആ ട്യൂബ് രക്ഷപ്പെടുത്താൻ സാധ്യതയുണ്ട്. എപ്പോഴെന്ന് വെച്ചാൽ പീരിയഡ് മിസ് ചെയ്ത് ഉടനെ ആ സ്കാൻ ചെയ്യുകയാണെങ്കിൽ. അത് മിക്കവാറും പേര് ചെയ്യാറില്ല. അതുകൊണ്ടാണ് ചിലപ്പോൾ ഈ ട്യൂബിൽ വളർച്ച കൂടിപ്പോയതുകൊണ്ടാണ് അവർക്ക് എടുത്ത് മാറ്റേണ്ടി വന്നതെന്ന് തോന്നുന്നു. സോ അപ്പോൾ അത് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഒരു സമയം കഴിയുമ്പോൾ പിന്നെ മരുന്ന് കൺസീവ് ചെയ്യാൻ ഒരു ട്യൂബ് ഉണ്ടല്ലോ നന്നായിട്ട്. ആ ട്യൂബ് നോർമൽ ആയിട്ടാണോ ഇരിക്കുന്ന, ബ്ലോക്ക് ഒന്നും ഇല്ലല്ലോ എന്ന് ഉറപ്പ് വരുത്തിയാൽ മതി. സർജറി ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞായിരുന്നു അടുത്ത ട്യൂബ് നോർമൽ ആണ്, വേറെ ട്യൂബ് നോർമൽ ആണ്, കുഴപ്പമൊന്നുമില്ല. സോ അപ്പോൾ വേറൊരു കാര്യം ഓർത്തോളൂ, ഈ ഓൾറെഡി എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ ആ ഇൻഫെക്ഷൻ പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്തിട്ട് മതി അടുത്ത പ്രഗ്നൻസി. ഇല്ലെങ്കിൽ ഈ ട്യൂബൽ പ്രഗ്നൻസി വീണ്ടും റിപ്പീറ്റ് ആവാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഇത് ശരീരത്തിൽ അല്ലെങ്കിൽ ഗർഭപാത്രത്തിൽ പഴുപ്പ് കിടക്കുന്ന ഒരാൾക്ക്, ഇൻഫെക്ഷൻ ഉള്ള ഒരാൾക്ക് ട്യൂബിലോട്ടും ആ ഇൻഫെക്ഷൻ ഉണ്ടായിരിക്കും. 2 ട്യൂബിലും ഒരുപോലെ ആയിരിക്കും. സോ ഇപ്പോൾ ഈ ട്യൂബിലായെന്നേ ഉള്ളൂ, അടുത്ത പ്രാവശ്യം അടുത്ത ട്യൂബിലാവാനുള്ള സാധ്യതകൾ എല്ലാം ഉണ്ട്. സോ നല്ല ഒരു ഇൻഫെക്ഷൻ ട്രീറ്റ്മെൻറ്റും നല്ലൊരു ട്യൂബിൻ്റെ ഒരു ക്ലീനിങ്ങും ചെയ്തതിന് ശേഷം പ്ലീസ് ഗോ ഫോർ ദ നെക്സ്റ്റ് പ്രഗ്നൻസി. ഒരു പ്രിപ്പറേഷനോടുകൂടി നെക്സ്റ്റ് പ്രഗ്നൻസിക്ക് പോവുക, ഇല്ലെങ്കിൽ വീണ്ടും ട്യൂബിലാവാൻ സാധ്യതയുണ്ട്. അടുത്ത പ്രാവശ്യം കുറച്ചും കൂടെ ശ്രദ്ധിച്ചിരിക്കുക. ഇൻഫെക്ഷൻ ഉണ്ടെന്ന് എങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും? നിങ്ങൾ മനസ്സിലാക്കേണ്ട, ഡോക്ടർ ഇതിൻ്റെ ടെസ്റ്റുകൾ ചെയ്ത് നോക്കിയിട്ട് പ്രോപ്പർ മരുന്ന് തന്നോളും. പിന്നെ ഞാനൊക്കെ യൂഷ്വലി 3 months പ്രീ പ്രിപ്പറേഷൻ കൊടുക്കും അടുത്ത പ്രഗ്നൻസിക്ക് മുമ്പേ. സോ ഒരു രീതി. അത് മാത്രമല്ല വി കീപ് മോണിറ്ററിങ്. പ്രഗ്നൻ്റ് ആയി എന്ന് അറിഞ്ഞത് ഉടനെ ഒരിക്കൽ ട്യൂബിൽ വന്ന ആളല്ലേ, അപ്പോൾ എല്ലാ സാധ്യതയുണ്ട് അടുത്ത ട്യൂബിലും വരാൻ. ഇൻഫെക്ഷൻ ഉള്ളപ്പോൾ 2 ട്യൂബ് ഇൻഫെക്റ്റഡ് ആയിരിക്കും ചിലപ്പോൾ. സോ ഇൻഫെക്ഷൻ അകത്ത് കാണാൻ നമുക്ക് അറിയാൻ പറ്റില്ല. സോ അതിനെ മാക്സിമം ഇല്ലാണ്ടാക്കാൻ ഈ 3 മാസത്തെ ട്രീറ്റ്മെൻറ്റ് ഉപകരിക്കും. ആൻഡ് കുറച്ചൊരു ക്ലീനിങ് പ്രോസസ്സും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത പ്രഗ്നൻസി എങ്കിലും ട്യൂബൽ അല്ലാതെ ആക്കാൻ ശ്രദ്ധിക്കണം. ആദ്യമേ സ്കാനൊക്കെ ചെയ്ത് നോക്കി നിങ്ങളും ശ്രദ്ധയോടെ ഇരിക്കണം. ഓക്കെ, റൈറ്റ്. അതുകൊണ്ട് ആവാതെ ഒന്നും ഇരിക്കില്ല, ബി പോസിറ്റീവ് ആകും. ഓക്കെ, പക്ഷേ കുറച്ചും കൂടി സൂക്ഷ്മമായിട്ട് ശ്രദ്ധിച്ചിരിക്കണം നമ്മളും കൂടി. ഓക്കെ, സർജറി കഴിഞ്ഞിട്ട് ഇപ്പോൾ September 7th എന്റെ സർജറി. ഒരു 6 months പ്രിപ്പയർ ചെയ്തിട്ട് മതി ഇനി അടുത്ത പ്രഗ്നൻസിക്ക് ട്രൈ ചെയ്യുന്നത്. യു ആർ യങ്, യു ഹാവ് ടൈം, നോ പ്രോബ്ലം. ഓക്കെ, ബൈ. ഓക്കെ, ഫീൽഡ് മൊമെന്റ്സിലേക്ക് വിളിച്ചതിൽ വളരെ സന്തോഷം. ഡോക്ടർ, നമ്മൾ റീപ്രൊഡക്റ്റീവ് സ്റ്റേജ്, സോ ഇപ്പോൾ റീപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പിൽ വരുമ്പോൾ ദിസ് കണ്ടിന്യൂസ്. ഇതേ പ്രോബ്ലംസ്, ഇത് പീരിയഡ്സ് വരത്തില്ല. അതിപ്പോൾ കല്യാണം കഴിഞ്ഞാലും എന്തായാലും 27 ആയാലും 28 പീരിയഡ്സ് വരത്തില്ല. വരുമ്പോഴത്തേക്കും സിവിയർ പെയിനോട് വരുന്നു, അല്ലെങ്കിൽ സോ ഏതർ PCOD അല്ലെങ്കിൽ എൻഡോമെട്രിയോസിസ് സ്ഥിരമായിട്ട് കാണുന്ന, അല്ലെങ്കിൽ ഓവറിയിൽ എന്തെങ്കിലും സിസ്റ്റുകളായിരിക്കും. ഇത് കാരണം
പ്രഗ്നൻസി ഉണ്ടാവില്ല. സോ പിന്നെ അതൊരു വലിയൊരു പ്രൊസീജിയറായി. പിന്നെ 2 വീട്ടുകാരും കൂടെ കൊണ്ട് നടക്കുക, വന്ധ്യതാ ചികിത്സ ചെയ്യുക. ഈ നമ്മളുടെ ആളുകളുടെ ഒരു രീതി അനുസരിച്ചിട്ടാണെങ്കിൽ ആദ്യം കുഴപ്പം മുഴുവനും പെണ്ണിനാണ് എന്നുള്ള രീതിയിലാണ് ഒരു കുഞ്ഞുണ്ടായില്ലെങ്കിൽ വിചാരിക്കുന്നത്. എവ്രിബഡി ഇപ്പം യു ഗോ ആൻഡ് ആസ്ക്, ഈ വന്ന ഉടനെ വിശേഷം ചോദിക്കുമല്ലോ, കല്യാണം കഴിഞ്ഞ പിറ്റേ ദിവസം തൊട്ട് വിശേഷം. അപ്പോൾ ഈ ആവശ്യമില്ലാതെ വന്ന് വിശേഷമായോ എന്നൊക്കെ ചോദിക്കുമ്പം പീരിയഡ് ഉണ്ടോ അതുണ്ടോ ഇതുണ്ടോ ചോദിക്കുമ്പോഴത്തേക്ക് സോ നാച്ചുറലി ഷീൽ ഹാവ് ടു ടെൽ അല്ലേ ഇങ്ങനെ വന്നിട്ട്. അല്ലെങ്കിൽ അവർ വേറൊരു വീട്ടിൽ പോയാലും അവിടെ സ്ത്രീകളുണ്ടാവില്ല, അവർ കണ്ടുപിടിക്കും പീരിയഡ് പ്രോപ്പറായിട്ട് വരുന്നില്ല എന്നുള്ളത്. സോ നാച്ചുറലി അവർ പറയും ഇതാണ് പ്രോബ്ലം. സോ ദെൻ ആക്ച്വലി പറഞ്ഞാൽ 50% പുരുഷനും 50% സ്ത്രീക്കും പ്രോബ്ലം ഉള്ളപ്പോഴാണ് കുട്ടികളുണ്ടാവാത്ത. ആരെങ്കിലും ഒരാൾ 90% കറക്റ്റ് ആയിരുന്ന എങ്ങനെയെങ്കിലുമൊക്കെ ഒരു ചാൻസ് ഉണ്ട്. പക്ഷേ അത് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്തില്ല. നമ്മൾ ആളുകളുടെ ഇടയിൽ കുട്ടികളില്ല എന്ന് പറഞ്ഞാൽ മോളെ ഗൈനക്കോളജിസ്റ്റിനെ കാണിച്ചോ എന്നാണ് ആദ്യം ചോദിക്കുന്നത്. See, they have premonitions, prejudicistic. Yes, the problem is only on the woman. അത് ഇന്നും മാറിയിട്ടില്ല എന്നുള്ളതാണ്. ഈ ഭയങ്കരമായ ടെക്നോളജിയൊക്കെ വന്നിട്ടുള്ള ഈ യുഗത്തിലും കുട്ടിയുണ്ടാവാത്തത് പെൺകുട്ടി കാരണമാണ്, പെണ്ണ് കാരണമാണ് ആവാത്തത്. ജസ്റ്റ് ബിക്കോസ് ഷീ ഹാസ് എ യൂട്രസ്, എ വൂംബ്, ഷീ ഈസ് ദി ഈ പറഞ്ഞ പോലെ ദി വിക്ടിം. അവരെ കാരണമാണ് കുട്ടി. ഇതിൻ്റെ ഇടയിൽ PCOD കൂടെ കറക്റ്റ് ചെയ്യാതെ നമ്മൾ വീട്ടിൽ നിന്ന് നമ്മൾ കുഞ്ഞിനെ കല്യാണം കഴിപ്പിച്ചു വിടുന്നു. സോ വാട്ട് വിൽ ഹാപ്പൻ? PCOD അതിന് അവർ കണ്ടുപിടിച്ചു, അയ്യോ PCOD അത് ഒരിക്കലും കുഞ്ഞുണ്ടാകാത്ത രോഗമാണ്. എൻഡോമെട്രിയോസിസ്, അതിൽ ഒരിക്കലും കുട്ടികളുണ്ടാവില്ല, അതിൽ ഇങ്ങനെയാണ് അങ്ങനെയാണ് മരുന്നെടുക്കണം. സോ എൻഡോമെട്രിയോസിസ് ട്രീറ്റ് ചെയ്യാൻ ഇച്ചിരി പാടാണ്, ബിക്കോസ് ഒരു ലോങ് ടൈമിൻ്റെ ആവശ്യമുണ്ട്. സോ ദാറ്റ് ഈസ് ഓൾ എ പ്രോബ്ലം. സോ ഇതെല്ലാം റീപ്രൊഡക്റ്റീവ് ഏജിലുണ്ടാകുന്ന പ്രോബ്ലംസ്. പിന്നെ അതിനെ കറക്റ്റ് ചെയ്യുന്നില്ല, കൊച്ചിലേ കറക്റ്റ് ചെയ്യാത്തപ്പോൾ ഈ ലെവലിലെത്തി. പിന്നെ കുഞ്ഞുങ്ങളില്ല എന്ന് പറഞ്ഞാൽ IVF ആയി, ഇതായി. സോ ലൈഫ് തന്നെ ഒരു ക്വാളിറ്റിയേ ഇല്ലാത്തൊരു ലൈഫായി മാറുകയാണ്. എപ്പോഴോ എന്നോ ചെറുതായിട്ട് തീർക്കാനുള്ളത് പറയില്ലേ, ഈ സൂചി കൊണ്ട് എടുക്കേണ്ടതിന് തൂമ്പ കൊണ്ട് എടുക്കുന്ന പറയില്ലേ, ദാറ്റ്സ് വാട്ട് അവർ പീപ്പിൾ ഓൾവേസ് ഡു. സോ അറ്റ്ലീസ്റ്റ് ഡോണ്ട് ഡു ഇറ്റ് ലൈക്ക് ദാറ്റ്. ആ ചെറിയ കുട്ടി പറയുന്ന കാര്യത്തിന് കുറച്ച് കേൾക്കും. 14 വയസ്സായാലും 15 വയസ്സായാലും ഗൈനക്കോളജിസ്റ്റിനെ കാണിക്കേണ്ട അത്യാവശ്യം. ഇപ്പോൾ പല്ല് വന്നാൽ ഡെൻറ്റിസ്റ്റിനെ കാണിക്കുന്ന പോലെ വയറിന് ഗർഭപാത്രത്തിന് വന്ന ഗൈനക്കോളജിസ്റ്റിനെ തന്നെ കാണിക്കണം. അതിൻ്റെ അർത്ഥം വേറെ വൃത്തിയായിട്ട അർത്ഥങ്ങളൊന്നും അതിന് വ്യാഖ്യാനങ്ങളൊന്നും വി ആർ നോട്ട് ഇൻ 18th century. അന്നൊക്കെ കുറച്ചും കൂടെ സ്ത്രീകളിൽ പിന്നെയും ഭേദപ്പെട്ടതാണെന്ന്. ഈ കഴിഞ്ഞൊക്കെ കുറച്ച് കാലഘട്ടങ്ങളായിട്ടാണ് ഇത്രയും മോശം ചിന്തകളൊക്കെ വന്നു തുടങ്ങിയത്. സോ എല്ലാം സ്ത്രീയിലോട്ട് സ്ഥിതി ചെയ്യാതെ, പക്ഷേ സ്ത്രീകളുടെ ആരോഗ്യത്തിന് ആദ്യമായിട്ട് വിചാരിക്കുക. സൗന്ദര്യം വേണം ഒക്കെ, ഫൈൻ, ദാറ്റ്സ് ഓൾ ഗുഡ്. ബട്ട് ഫസ്റ്റ് ആരോഗ്യം ഉണ്ടെങ്കിൽ അത് മുഖത്ത് സൗന്ദര്യമായിട്ട്, ഈവൻ യുവർ സ്കിൻ വിൽ ബി ഗുഡ് ഓൺലി ഇഫ് യു ടേക്ക് 4 liters of water. മനസ്സിലായില്ലേ? ഇപ്പം സ്കിന്നിന് വേണ്ടി കുറേ ക്രീം പുരട്ടിയിട്ടൊന്നും കാര്യമില്ല. വാട്ട് ഫുഡ് യു ടേക്ക്. മോശം ഫുഡ് കഴിച്ചിട്ട് സ്കിൻ നന്നായിരിക്കണം എന്ന് പറഞ്ഞാൽ, നല്ല ഓയിലുള്ള ഫുഡ് കഴിച്ചിട്ട് മോക്കുരുവേ വരില്ല എന്ന് പറഞ്ഞാൽ ഹൗ ക്യാൻ ഇറ്റ് ബി? സോ ചിലതൊക്കെ ത്യാഗം ചെയ്താൽ ചില നല്ലതൊക്കെ കിട്ടും. ദാറ്റ്സ് ഇറ്റ്. ഓൾവേസ് യു ഹാവ് ടു സാക്രിഫൈസ് ഓർ മേക്ക് എ ബാലൻസ് ബിറ്റ്വീൻ 2 things. അതൊരു കാര്യം. പിന്നെ നെക്സ്റ്റ് ലെറ്റ് മി ഫിനിഷ് ഇറ്റ് അപ്പ് വിത്ത് ദ മെനോപോസൽ ഏജ്. നമ്മൾ അത് ലാസ്റ്റ് വന്നു, എല്ലാം ആയി, കുട്ടിയുണ്ടായി, പിന്നെ നെക്സ്റ്റ് ഇതെല്ലാം തീരാൻ പോവുകയാണ്. ദാറ്റ് ഈസ് 45, അറൗണ്ട് 45-50 ആ ഏജിൽ മാസക്കുള്ളി നിൽക്കാൻ പോവുകയാണ്. അതും അടുത്ത ഒരു മെൻ്റൽ ടെൻഷനാണ്. പ്രീ മെനോപോസൽ ടെൻഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോബ്ലം, ഒരു ഇത് തന്നെ ഉണ്ട്. ദാറ്റ് ഈസ് ആ മെനോപോസ് ആവണതിന് മുമ്പേ ഒരു 45 വയസ്സ് തൊട്ട് തുടങ്ങിയാൽ നമ്മൾ വീട്ടിൽ തന്നെ കാണാം. ഇപ്പോൾ സ്ത്രീകൾ വന്നിട്ട് ചുമ്മാ വഴക്കുണ്ടാക്കുക, ചിലപ്പോൾ ഭയങ്കര ദേഷ്യം ഉണ്ടാക്കുക, മൂഡ് സ്വിങ്സ് ഉണ്ടാവുക, ഒരു എന്തെങ്കിലുമൊക്കെ. ബിക്കോസ് ആ സമയത്ത് ഒട്ടുമേ അവരെ വീട്ടിലുള്ളവരോട് പറയത്തില്ല. വീട്ടുകാര്യങ്ങളൊക്കെ നോക്കി ഒന്നും ഇല്ലാത്ത പോലെ നടക്കും. ആവശ്യമില്ലാത്ത ടെൻഷൻസ്, ഇതെല്ലാം ഹോർമോൺ വന്നിട്ട് എങ്ങനെ ഒരു കുട്ടിയിൽ ആദ്യമായിട്ട് ഉണ്ടായോ അതേപോലെ നന്നായിരുന്ന ഹോർമോൺ കുറഞ്ഞു വരികയാണ്. ഈ ആർത്തവ വിരാമം, ദറ്റ് ഈസ് മെനോപോസിലേക്ക് പോകുന്ന ഒരു ലേഡിക്ക് അത് കുറഞ്ഞു വരികയാണ്. അപ്പോൾ അതിൻ്റേതായ ഒന്നാമത് അവർക്കറിയാം എനിക്കിത് 2-3 മാസമായിട്ട് വരുന്നില്ല, സോ ഞാനിത് നിൽക്കാൻ പോവുകയാണ്. എന്നാലും ഒരു ഗൈനക്കോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്താൽ ഈ പ്രശ്നങ്ങളൊന്നുമില്ലാതെ, മൂഡ് സ്വിങ്സ് അല്ലെങ്കിൽ ഭയങ്കര ചൂടുണ്ടാവുക, ഇതൊന്നും ഇല്ലാതെ നിങ്ങൾക്ക് പോകാൻ പറ്റും. കാര്യം വെച്ചാൽ നിങ്ങൾക്കൊരു ഫീൽ വന്നു കഴിഞ്ഞു, 3 മാസം വരുന്നില്ല, 6 മാസം, എനിക്ക് മിക്കവാറും മാസക്കുള്ളിൽ നിൽക്കണം, അത് സ്വന്തമായിട്ട് നിൽക്കാൻ പോകണു എന്ന് വിചാരിച്ച്, അല്ലെങ്കിൽ അടുത്ത വീട്ടിലുള്ള ആളിനോടോ ഫ്രണ്ടിനോടോ ചോദിച്ചിട്ടല്ല അതിനെ വന്നിട്ട് കൺഫേം ചെയ്യേണ്ടത്. കൺഫേം ഇറ്റ് വിത്ത് ഹോർമോൺസ്. ഇനി എത്ര കാലം കൂടെ നിൽക്കും എന്നുള്ളത് നമുക്ക് ഹോർമോൺസ്, സ്ത്രീപരമായിട്ട് ഈ മെനോപോസിനെ കുറിച്ച് പറയുന്ന കുറച്ച് ഹോർമോൺസ് ഉണ്ട് ബോഡിയിൽ. അത് നമ്മൾ ബ്ലഡിൽ ടെസ്റ്റ് ചെയ്താൽ അറിയാൻ പറ്റും. സോ ഡോക്ടർ ക്യാൻ സേ, ഇപ്പോൾ ഞാനൊക്കെ ആണെങ്കിൽ യൂഷ്വലി പറഞ്ഞു കൊടുക്കും, ഗെറ്റ് റെഡി, ലൈക്ക് വിത്തിൻ 1 year യു വിൽ ഗോ ഫോർ എ മെനോപോസ്. അപ്പം നമുക്ക് അതിൻ്റെ സപ്ലിമെൻറ്റ്സ് അപ്പം തന്നെ തുടങ്ങാം.
ഈ ഹോർമോൺ പോലെ ഉള്ള കുറേ കാര്യങ്ങളുണ്ട്. ഭക്ഷണത്തിൽ നമുക്ക് ചില മാറ്റങ്ങൾ വരുത്തണം, പിന്നെ സപ്ലിമെൻറ്റ്സ് കൊടുത്തു തുടങ്ങണം, അതേപോലെ കാൽഷ്യം, പിന്നെ ജോയിൻസിന് വേണ്ടിയിട്ടുള്ള ഹോർമോൺസ്, ഇത് പ്രോട്ടീൻസ്, ഈ സംഭവങ്ങളൊക്കെ കൊടുത്തു തുടങ്ങുമ്പോൾ ഒരിക്കലും ആ മെനോപോസ് എന്ന് പറഞ്ഞ ആ ഒരു ആർത്തവവിരാമത്തിൻ്റെ പ്രശ്നങ്ങൾ ഫീൽ ചെയ്യാതെ അങ്ങനെ പതുക്കെ പാസ് ചെയ്ത് പോകും. ആൻഡ് വിതൗട്ട് യുവർ സെൽഫ്, ആൻഡ് പിന്നെ മെൻ്റലി ഓൾസോ കുറച്ച് ചെറിയ കൗൺസിലിംഗ് കൊടുക്കും. നിങ്ങൾ ആർത്തവം നിന്നു എന്ന് വെച്ചിട്ട്, ദറ്റ് ഈസ് നിങ്ങളുടെ മാസക്കുള്ളി നിന്നെന്ന് വെച്ചിട്ട് യു ആർ നോട്ട് ഗോയിങ് ടു എൻഡ് യുവർ ലൈഫ് ദെയർ. മനസ്സിലായില്ലേ? ആക്ച്വലി യു ആർ ഗോയിങ് ടു ലിവ് ഫ്രം ദെയർ. അത് നന്നായിട്ട് ജീവിക്കണം എന്നുണ്ടെങ്കിൽ കൈയും കാലിനും ജോയിൻസും ഒക്കെ നന്നായിരിക്കാൻ പ്ലീസ് കൺസൾട്ട് എ ഡോക്ടർ. നമ്മുടെ കേരളത്തിൽ അങ്ങനെ ഒരു പോസ്റ്റ് മെനോപോസൽ കെയർ പ്രോപ്പറായിട്ടില്ല, അല്ലെങ്കിൽ അതിനൊരു ക്ലിനിക്കൽ. ബട്ട് ഐ ഹാം കണ്ടക്ടിങ് എ ക്ലിനിക് ആൻഡ് എ കൗൺസിലിംഗ് ഓൾസോ അലോങ് വിത്ത് ദാറ്റ്, ബിക്കോസ് ഐ ഫീൽ ഈ സംഭവങ്ങൾ ഒക്കെ, ഈ പ്രസവമൊക്കെ എല്ലാവർക്കും ചെയ്യാമായിരിക്കാം, പക്ഷേ ബട്ട് ദാറ്റ് ഓൾസോ ഹാസ് കോംപ്ലിക്കേഷൻസ്. ബട്ട് സംബഡി ഷുഡ് കെയർ ഫോർ ഓൾ ദിസ്, ലൈക്ക് പോസ്റ്റ് മെനോപോസൽ വിമൺ ആൻഡ് മെനാർക്കി പ്രോബ്ലംസ്, ഇതിനെയൊക്കെ എടുക്കാനാണ് ഐ ഫീൽ ഇറ്റ്സ് ഗുഡ്, ബിക്കോസ് മോസ്റ്റ്ലി ആരും അത് എടുക്കാത്തതുണ്ട്. സോ മെനോപോസ് എന്ന് എനിക്ക് തോന്നുന്നു, എൻ്റെ പ്രോബ്ലംസ് ഉണ്ടാവുന്നു, എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്നു, ഞാൻ ഇതല്ല, ബട്ട് എനിക്കെന്തോ മാറ്റങ്ങൾ എന്ന് തോന്നിയാൽ പ്ലീസ് വിസിറ്റ് ഗൈനക്കോളജിസ്റ്റ്. ഇത് ചെയ്യാൻ തൽപരരായ ഗൈനക്കോളജിസ്റ്റ്. പ്രസവം നോക്കിക്കൊണ്ടിരിക്കുന്ന ആളുടെ ഒബ്സ്റ്റട്രീഷ്യൻ്റെ അടുത്ത് പോയാൽ വി ഹാവ് ഗൈനക്കോളജി ആൻഡ് ഒബ്സ്റ്റട്രിക്സ്. ഒബ്സ്റ്റട്രീഷ്യൻ്റെ അടുത്ത് പോയാൽ അവരെന്തെങ്കിലും ഒരു മരുന്ന് എഴുതി കൊടുത്ത് പോയിക്കൊള്ളാൻ പറയും. ഗോ ടു എ ഗൈനക്കോളജിസ്റ്റ് ഹു മെയിൻലി കോൺസെൻട്രേറ്റ്സ് ഓൺ ഗൈനക്കോളജി. സ്ത്രീപരമായിട്ടുള്ള വിഷയങ്ങളിൽ, പ്രസവത്തെ അല്ല, സ്ത്രീപരമായിട്ടുള്ള വിഷയങ്ങളിൽ നമുക്ക് കോൺസെൻട്രേറ്റ്, വി ക്യാൻ ചൂസ് അവർ സബ്ജക്റ്റ്. അപ്പം ഏതാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടതെന്ന് വി ക്യാൻ ചൂസ്. ഐ ചൂസ് മോർ ഓഫ് ഗൈനക്കോളജി. സോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വിൽ ബി മോർ, നമുക്ക് കുറച്ച് മനസ്സിന് സുഖം തരുന്ന കാര്യങ്ങളായിരിക്കും. അവർക്ക് കാര്യം എന്ന് വെച്ചാൽ ദേ വിൽ ഫീൽ മച്ച് ബെറ്റർ വിത്ത് സപ്ലിമെൻറ്റ്സ്, പിന്നെ കൗൺസിലിംഗ്, കുറച്ച് എക്സസൈസ്, ഇതെല്ലാം നമ്മൾ പറഞ്ഞു കൊടുക്കും. സോ ദാറ്റ് ഈസ് എ സോർട്ട് ഓഫ് ടോട്ടൽ കൗൺസിലിംഗ്. സോ മെനോപോസൽ കൗൺസിലിംഗ് ഈസ് ഓൾവേസ് ദർ. പിന്നെ കുഞ്ഞുങ്ങൾ ഗർഭിണിയായിരിക്കുമ്പോൾ ഒരു 1000 സംശയം കാണും. അത് കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കാൻ നമ്മളെ നാട്ടിൽ, ആക്ച്വലി ഫോറിനിലൊക്കെ യു ഹാവ് ക്ലിനിക്സ്, പക്ഷേ ഹിയർ വി ഡോണ്ട് ഹാവ്. വി ഡു ഐ ഡു കൗൺസിലിംഗ് ഫോർ ദാറ്റ് ടു. സോ വാട്ട് ഐ സേ ഈസ്, പീരിയഡ്സ് എന്ന് പറയുന്നത് ഒരു ദൈവമായിട്ട് തരുന്നൊരു സംഭവമാണ്. അത് ഉണ്ടായില്ലെങ്കിലുള്ള വിഷമം അറിയാമല്ലോ. സോ അപ്പോൾ അത് പ്രോപ്പറായിട്ട് ഉണ്ടോ ഇല്ലേ എന്നുള്ളത് ഏത് പ്രായത്തിലാണെങ്കിലും പ്ലീസ്, നിങ്ങളുടെ മകളെ ആണെങ്കിലും നിങ്ങളാണെങ്കിലും പോയിട്ട് ഗൈനക്കോളജിസ്റ്റിനെ കാണുക. ബേസിക്കായിട്ടൊരു സ്കാനെങ്കിലും ചെയ്യുമ്പോൾ ഉള്ള കാര്യങ്ങൾ അറിയുക. ആൻഡ് ജെനറ്റിക്കലി ഓൾസോ സ്റ്റേ ഹെൽത്തി. സോ യു ഷുഡ് നോട്ട്, ഇപ്പോൾ ബോഡി മാത്രം BP ഇല്ല, ഷുഗർ ഇല്ല, കൊളസ്ട്രോൾ ഇല്ല, ദാറ്റ്സ് ഫൈൻ, ബട്ട് ജെനറ്റിക്കലി ആർ യു ഹെൽത്തി. അതേപോലെ ഒരു 40-45 ദിവസം ക്യാൻസർ പ്രൊഫിലാക്സിസ്, ദാറ്റ്സ് ക്യാൻസറിൻ്റെ കാര്യങ്ങളെല്ലാം, അതിനാണ് ഒരു സ്കാനെങ്കിലും ചെയ്ത് നോക്കാൻ പോകുന്നത്. നമ്മളൊരു ക്യാൻസറിലേക്ക് പോയി വീഴേണ്ട കാര്യമൊന്നുമില്ല. ആദ്യത്തെ ഘട്ടങ്ങളിൽ വരാതിരിക്കാൻ ഇന്നത്തെ കാലത്ത് വളരെ കുറവാണ്. ബട്ട് വന്നാൽ ആദ്യമേ ചെയ്ത് കഴിഞ്ഞാൽ, ഒരു സ്കാനെങ്കിലും ചെയ്തു വെച്ചാൽ, ഒരു ചെറിയ ഡൗട്ടെങ്കിലും വന്നാൽ ബ്ലഡിലും കൂടി നോക്കിയാൽ ക്യാൻസർ മാർക്കേഴ്സ് ഉണ്ട്, നോക്കി വെച്ചാൽ വർഷത്തിൽ ഒരെണ്ണമേ ഞാൻ പറയുന്നുള്ളൂ. ഇൻഷുറൻസ് ഒക്കെ ഉള്ളവർക്ക് ഈസി ആയിട്ട് ചെയ്യാം. സോ അങ്ങനെ ചെയ്തു വെച്ചാൽ, സോ യു ക്യാൻ ഡെഫിനറ്റ്ലി കുറേയൊക്കെ നമുക്ക് ഈ ക്യാൻസറും പ്രശ്നങ്ങളും ബാക്കിയുള്ളതും നമുക്ക് തരണം ചെയ്തു പോകാം. സോ ഓൾ വുമൻ, ബി എംപവേർഡ് ആൻഡ് സ്റ്റേ ഹെൽത്തി. ആൻഡ് ഇഫ് യു ആർ ഹെൽത്തി, യുവർ ഫാമിലി വിൽ ബി ഹെൽത്തി. സോ സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ് ആൻഡ് ഹാവ് എ ഗുഡ് ഡേ. ഓക്കെ, താങ്ക് യു മാം. പീരീഡ്സിനെ സംബന്ധിച്ചുള്ള ഒരുപാട് സംശയങ്ങൾക്കാണ് ഇന്ന് മാം മറുപടി നൽകിയത്. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. ഇന്നത്തെ ഫീൽദി മൊമെന്റ്സ് ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Punarjani Hospital, Gynecology, Infertility and Laparoscopic Center, Aksharavidhi, Peta, Trivandrum 24. ACV, മലയാളിയുടെ സ്വന്തം ഫാമിലി ചാനൽ.